ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാൻ, ദൈവകരുണ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷ മേഖലകളെയും പ്രത്യേകമായിട്ട് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ വരാൻ പോകുന്ന ആരാധന മണിക്കൂറിനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധനയിലൂടെ നീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാവരിലേക്കും ദൈവിക കൃപ സമൃദ്ധമായി വർഷിക്കുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തുന്നു ശക്തമായി സ്തുതിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈശോയെ നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച അപ്പോസ്തല സമൂഹത്തിലേക്ക് ആത്മാവിന്റെ ശക്തി അയച്ചതുപോലെ ഞങ്ങളുടെ ഇടയിലേക്കും പരിശുദ്ധാത്മ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻ പന്തക്കുസ്ത അനുഭവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികൾ വരെ ഞങ്ങളെ സുവിശേഷ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. നമുക്കെല്ലാവർക്കും മുട്ടുമേലായിരിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കാൻ കഴിയുന്നതിനെ ഓർത്താണ് എൻ്റെ മക്കൾ സന്തോഷിക്കേണ്ടത്. സ്ഥലപരിമിതികൾ ഇവിടെ ഇപ്പം തുടങ്ങിയതല്ലേ, കൃപാസനം തുടങ്ങിയ കാലം മുതൽ സ്ഥലപരിമിതികളുള്ളതാണ്. നിങ്ങൾക്ക് ഒരു വിരലെങ്കിലും കുത്തി ഇവിടെ നിൽക്കാൻ കഴിഞ്ഞാലും അത്രയും മതി കാര്യങ്ങൾ. എൻ്റെ മനസ്സ് കർത്താവിൽ അർപ്പിക്കണം. കാര്യം മറ്റൊരു സാധാരണ ഒരു പ്രാർത്ഥനാ സ്ഥലം പോലെ അല്ല ഇത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളെക്കാളും എത്രയോ ജീവിതം ഇരുട്ടിലായിപ്പോയ ആൾക്കാർ, ചിലരൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന കൃപാസനത്തിൽ ഒന്ന് എത്താൻ കഴിഞ്ഞാൽ മതി. അത് ശരിയാണ്. പക്ഷെ അങ്ങനെ ചിന്തിച്ച് വരുന്നവരാണ് കൂടുതലും ദൈവത്തിൻ്റെ അനുഭവം പ്രാപിക്കുന്നത്. അവിടെ ചെന്ന് നോക്കാം, എന്നിട്ട് പിന്നെ ഉടമ്പടി എടുക്കാം. അങ്ങനെയൊക്കെ കണ്ടീഷൻസൊക്കെ വെച്ച് വരുന്നവർക്കാണ് ഈ താമസമൊക്കെ വരണത്. ആൾക്കാർക്ക് പലതരത്തിലല്ലേ. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുന്നത്, അതനുസരിച്ചാണ് നിങ്ങൾക്ക് അനുഭവങ്ങൾ വരണത്. അവിടെ ചെന്നൊക്കെ നോക്കിയിട്ട് പോകാം. ചിലർ ധരിച്ചിരിക്കുന്നത് ഗ്രഹങ്ങളുടെ പുറകെ പോകുന്നവരാണ് കൃപാസനത്തിൽ പോകുന്നതെന്നാണ്. ഇങ്ങനെ കുറേ ആൾക്കാർ അങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ധരിച്ചിരുന്നത് അനുഗ്രഹത്തിൻ്റെ പുറകെ പോകുന്നവരാണ്. അപ്പം അങ്ങനെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം മാത്രം മേടിക്കാൻ വേണ്ടി പോകുന്നവരാണ് കൃപാസനത്തിൽ പോകുന്നവരെന്ന് കുറേ ആൾക്കാർ നിങ്ങളെ താറടിക്കുകയും ബ്രാൻഡ് ചെയ്യുകയും ചെയ്യും. അവസാനം ഇവർ തന്നെ അവർക്കൊരു ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വന്നു കയറാനുള്ള ഒരേ സ്ഥലമേ ഉള്ളൂ. അതാണ് വിഷയം. അവർക്കൊരു അവരങ്ങനെ പറയും. അവർ നല്ല ആരോഗ്യ സമയത്ത് അവർ ഇത്തിരി അഹങ്കാരത്തിലൂടെ പറയും ഈ അനുഗ്രഹത്തിൻ്റെ പുറകെ നടക്കുന്നവരാണ് കൃപാസനത്തിൽ പോകണമെന്ന്. പക്ഷേ നമുക്കറിയാം 3 മാസത്തിനുള്ളിൽ അവർക്ക് ഒരാവശ്യം ഉണ്ടാകും ഇവിടെ വരണ്ട. അപ്പോൾ അവർ നോക്കുമ്പോൾ വേറെ എവിടെയാണ് ഇത്രയും കൂടുതൽ സാക്ഷ്യങ്ങൾ വരണത് ആൾക്കാരുടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യമാണ്. അത് മഞ്ജു സജ്ജിക്ക് 60 ലക്ഷം രൂപ കടമായിട്ട് ഇവർ നല്ലവണ്ണം ജീവിച്ച ആൾക്കാരാണ്. ആദ്യം അവർക്ക് ഒരു ട്രക്കാണ് ഉണ്ടായിരുന്നത് ബോംബെയിൽ ഒരു ട്രക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രക്ക് കച്ചവടമൊക്കെ ഓടിക്കഴിഞ്ഞപ്പോൾ അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ വരുമാനമൊക്കെ ആയി. അപ്പോൾ അവർ 2 ട്രക്ക് വാങ്ങിച്ച്, പിന്നെ അവർ പെട്ടെന്ന് വളർന്ന് 3 ട്രക്ക് വാങ്ങിച്ചു. അപ്പോൾ അത്രയും ട്രക്ക് ഓടി കാശ് കിട്ടുന്നുണ്ട്. എൻ്റെ മക്കളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈബിളിലെ മെഴുത്ത പശുക്കൾ വരുമ്പോൾ ബൈബിൾ പറയുന്ന ഒരു സന്ദേശമുണ്ട്. നീ മെഴുത്ത പശുക്കളെ സ്വപ്നം കണ്ടാൽ ഇപ്സോ ഫാക്ടോ വ്യക്തമായിട്ടും നാളെ മെല്ലിച്ച പശുക്കളെ ഫീഡ് ചെയ്യേണ്ട ഒരവസ്ഥ വരുമെന്ന് ബൈബിള് ആദ്യമേ തന്നെ ഇത് പറയുന്നുണ്ട്. ഫറവോൻ്റെ സ്വപ്നമായിരുന്നിത്. ഫറവോ ഒരിക്കൽ 7 മെഴുത്ത പശുക്കളെ ഇങ്ങനെ സ്വപ്നം കാണും. അതിനുശേഷം ഫറവോ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈജിപ്ഷ്യൻ കിങ്ങാണ്, ഈജിപ്തുകാരുടെ രാജാവാണ്. അപ്പോൾ മെഴുത്ത പശുക്കളുടെ സ്വപ്നം കാണും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളവർക്കും ഈ ക്രിസ്ത്യൻസൊക്കെ എവിടെ നിന്ന് പറഞ്ഞാൽ ഈ കഥയൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയാൻ, കഥ പോലും അറിയാൻ പാടാത്ത ആൾക്കാരോട് ഇരിപ്പടെന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് അവരോട് പറയണേ, ബൈബിൾ തുടങ്ങുമ്പോൾ തന്നെ മനുഷ്യരാശിയോട് ചില കോഷൻസ് പറയും. ഇപ്പം നമ്മൾ ഈ റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു മുതുകത്ത് ഒരു ബാഗ് വിട്ടുകൊണ്ട് ചാടിപ്പോണ കൊച്ചിനെ കാണിക്കത്തില്ലേ? എന്താണ്? സ്കൂൾ ഹെഡ് കീപ് സ്ലോ എന്നതിൻ്റെ അർത്ഥം എന്താണ്? മുമ്പ് സ്കൂളുണ്ട്, കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും, നീ ഭ്രാന്തി പിടിച്ച് ഓടിക്കരുത്, സ്ലോ ഡൗൺ ആകാൻ പറയണതാണ്. ബൈബിൾ ഇതുപോലെയുള്ള ചില കോഷൻ ബോർഡുകൾ കാണിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ മെഴുത്ത പശുക്കളുടെ ഫറവോയുടെ സ്വപ്നം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി 41 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം.
41 അധ്യായം. 2 വർഷം കഴിഞ്ഞപ്പോൾ ഫറവോ ഒരു സ്വപ്നം കണ്ടു. അവൻ നൈൽ നദീതീരത്ത് നിൽക്കുകയായിരുന്നു. കൊഴുത്ത് അഴകുള്ള 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു. അവ പുൽത്തകിടിയിൽ മേഞ്ഞുകൊണ്ട് നിന്നു. അതിനുശേഷം മെലിഞ്ഞ് വിരൂപമായ വേറെ 7 പശുക്കൾ നൈലിൽ നിന്ന് കയറി നദീതീരത്ത് നിന്നിരുന്ന മറ്റു പശുക്കളുടെ അരികിൽ വന്നു നിന്നു. മെലിഞ്ഞ് വിരൂപമായ പശുക്കൾ കൊഴുത്ത് അഴകുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഫറവോ ഉറക്കമുണർന്നു. ഇതാണൊരു ഫസ്റ്റ് കാണിക്കുന്നത് സ്വപ്നങ്ങൾ ദൈവം അവസാനിപ്പിച്ചിട്ടില്ല. ഇന്ന് ഉടമ്പടിക്കാരാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് സ്വപ്നം കാണുന്നത്. ആൾക്കാരുടെ സാക്ഷ്യം കിട്ടാൻ മനസ്സിലാവും. സ്വപ്നവും ദർശനവും ഒത്തിരിയേറെ ദൈവം സ്വപ്നം കാണുമെന്ന് പറയുമ്പോൾ മോശാർത്ഥത്തിലല്ല, ദൈവം സ്വപ്നത്തിലൂടെ സംസാരിക്കുന്ന കൂടുതലും ഉടമ്പടിക്കാരോടാണ്. ഉടമ്പടി എപ്പോഴെങ്കിലും ദൈവത്തിന് തോന്നണം ഇത് സത്യസന്ധമാണെന്ന് തോന്നിയാൽ. എല്ലാവരുടെയും തോന്നത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ. എല്ലാവരുടെ ഉടമ്പടി സത്യമാണെന്ന് ദൈവത്തിന് തോന്നത്തില്ല. അത് പറഞ്ഞ കാര്യമില്ല. നിങ്ങൾക്കും അറിയാം, നിങ്ങൾ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി ലോട്ടറി ടിക്കറ്റ് എടുത്ത പോലെ വന്നിരിക്കുകയാണെന്ന്. അങ്ങനെയുള്ളവരുണ്ട്. ഉടമ്പടി ലോട്ടറി ടിക്കറ്റ് പോലെ എടുത്ത് ഈ പ്രാവശ്യം അടിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളവർ ഒരിക്കലും ഉടമ്പടി ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. ഉടമ്പടി എൻ്റെ മക്കളെ അനുഗ്രഹങ്ങൾ ഫിസിക്കലായിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ അതിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. കമ്മ്യൂണിക്കേഷനില്ലേ ദൈവമായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ടായി. ചേട്ടത്തിയുടെ ഓപ്പറേഷനാണ്. അപ്പോൾ ക്യാൻസറിൻ്റെ ഓപ്പറേഷനാണ് FNAC ടെസ്റ്റിനാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ മനസ്സിരിക്കണതാണ്, ഈശോ നീ ബൈപ്പേഴ്സ് ഇതിൻ്റെ അകത്ത് പ്രസൻ്റ് ആണെങ്കിൽ എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഉണ്ടെങ്കിൽ നീ എനിക്കിനെ അടയാളം തരണം. അത് 2 ഡോക്ടർമാരുണ്ട്. 2 ഡോക്ടർമാർ FNAC ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടറുമുണ്ട്, പിന്നെ വേറെ ഒരു ടെസ്റ്റും ഉണ്ടായിരുന്നു. ഈ 2 അതിൽ ഒരാൾ ബ്ലൂ ഷർട്ട് ഇട്ടിരിക്കണം. ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് ദൈവത്തോട് പറയണത്. കാര്യം അത് ആൾക്കാർക്ക് അറിയാം ഉടമ്പടി സത്യമാണെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് ദൈവത്തോട് ചോദിക്കാം. അത് കർത്താവ് തുറന്നു വെച്ചൊരു വാതിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാമെന്നല്ല പറഞ്ഞത്. ഉടമ്പടിയുടെ മെയിൻ സംഭവം 15:7 15:7 അല്ലേ? നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. അപ്പോൾ അതാണ്. അപ്പോൾ ഉടമ്പടി അതാണല്ലോ. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും. അപ്പം യേശുവിൻ്റെ കാലത്ത് യേശു സംതിങ് അപ്ഡേറ്റ് ബിബ്ലിക്കൽ കമ്മ്യൂണിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കർത്താവ് അപ്ഡേറ്റ് ചെയ്താണ്. കർത്താവ് സ്ഥാപിച്ചൊരു വാതിലാണിത്. എന്താണ് ആ വാതിലിൽ നമുക്ക് ആ സ്ഥാപിച്ച വാതിൽ തുറക്കുമ്പോൾ ആ വാതിലിലൂടെ കയറുന്നവന് ഇഷ്ടമുള്ളത് ചോദിക്കാം. അത് കർത്താവ് സ്ഥാപിച്ച വാതിലാണ്. പഴയ നിയമത്തിലില്ലത്, പുതിയ നിയമത്തിലേ ഉള്ളത്. ഇഷ്ടമുള്ള ചോദിക്കാം. അതിനകത്ത് അഹങ്കാരമൊന്നുമില്ല. നിനക്കങ്ങനെ അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് ചോദിക്കാം. അപ്പം ചോദിക്കുന്നതിന് ദൈവവുമായിട്ടൊരു ബന്ധമായി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. പല ആൾക്കാരുടെയും പ്രാർത്ഥനയ്ക്ക് കോൺഫിഡൻസ് ഇല്ലല്ലോ. കോൺഫിഡൻസ് ഇല്ലാത്ത പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് അതെപ്പോഴും നമ്മൾ പറയുക, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ ഒരു ആത്മവിശ്വാസത്തിൽ എത്തിച്ചേർന്നു എന്ന് നോക്കണം. ആത്മവിശ്വാസത്തിൽ ചേർന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്കുകളെന്ന് പറയണത് കണ്ണും പൂട്ടി ഉടമ്പടിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. എന്തൊക്കെയാണ്? പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കേട്ടോ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ആതുര സേവനങ്ങൾ, പിന്നെ സ്വഭാവത്തിലുണ്ടാകുന്ന എളിമപ്പെടൽ, പിന്നെ സുവിശേഷത്തിന് വേണ്ടി സാക്ഷിയാകണത്. അപ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് പ്രാർത്ഥനയെ വരണില്ല.
ഇപ്പം എന്തും ദൈവത്തോട് ഇപ്പോൾ ആൾക്കാർക്കിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല. കാര്യം എന്താണ്? അവർ പറയണത് ഇപ്പം അയാൾ കോൺഫിഡൻസ് ഇല്ലാതെ ഒരുത്തം പ്രാർത്ഥിക്കണില്ലേ? ദൂരെ നിന്നുകൊണ്ട് അയാൾ പറയും, കർത്താവേ ഞാൻ പാപിയാണെന്ന് പറയും. ഇപ്പം എപ്പോഴും ഇങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ പാപിയാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മമ്മട്ടിക്ക് തലക്കിട്ട് അടിച്ചെന്ന് വരും. ഞാൻ അപ്പോൾ ദൈവം ചോദിക്കും, നീ 10-60 കൊല്ലമായി എൻ്റെ കൂടെ ഇപ്പോഴും പാപിയായിട്ടിരിക്കണമെന്ന് ചോദിക്കും. അതെ, കർത്താവേ ഞാൻ പാപിയാണ്, എന്നെ വെക്കാരിയാണ്. ഇത് ആദ്യകാലങ്ങളൊക്കെ പറയണതിന് കുഴപ്പമൊന്നുമില്ല. ഇത് 50 വയസ്സ് കഴിഞ്ഞാലും ഞാൻ പാപിയാണെന്ന് പറയണമെങ്കിൽ മിക്കവാറും കാലെപ്പടി നിലത്തിലടിക്കേണ്ടി വരും ഈ സാധനത്തിന്. എന്നിട്ട് ഈ 50 കൊല്ലം നീ കർത്താവിൻ്റെ ഉടനെ ഇപ്പോഴും പാപം മാറിയിട്ടില്ലെന്ന് ചോദിക്കും. അതാണ് വിഷയം. അത് സീരിയസ് വിഷയമാണ്. ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ പാപത്തെക്കുറിച്ച് പാപത്തെക്കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല. എന്താ കാര്യം? നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പല ബിസിനസ്സും ചെയ്യുന്ന കണ്ട് വി ഹാവ് നോ കോൺഫിഡൻസ്. നമുക്ക് കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അയ്യോ പാവി ക്രിസ്ത്യാനിയായിട്ട് നടക്കും. ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റുകയല്ലേ, ഈ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ഉണ്ട്. അയ്യോ പാവി വിശ്വാസിയായിട്ട് നടക്കും. ഇപ്പം നീ ഒരു അയ്യോ പാവി വിശ്വാസി എന്നുള്ള ഉടമ്പടി എന്ന് പറയുമ്പോൾ ഈ അയ്യോ പാവി വിശ്വാസി സ്വന്തമായിട്ട് ദൈവം എന്നെ സഹായിക്കുകയോ ഇല്ലയോ എനിക്കറിയത്തില്ല, എനിക്കതിനുള്ള യോഗ്യത ഒന്നുമില്ലൊക്കെ പറഞ്ഞിങ്ങനെ വ്യാജ വിനയം കുറേ ആൾക്കാർക്കുണ്ട്. വ്യാജ വിനയം, അത് വിനയമല്ല, വ്യാജ വിനയമാണ്. എന്നുവെച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി കിട്ടിയ സമയം ദൈവത്തിന് വേണ്ടി വിനിയോഗിച്ചില്ല. പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി പാപത്തോടൊരു ശത്രുത കാണിച്ച് അതിനെ മാറ്റി നിർത്താൻ വേണ്ടി നീ പരിശ്രമിച്ചില്ല. അങ്ങനെയാണ് ഉള്ളവരാണ് വ്യാജ വിനയക്കാർ. എന്താ കാര്യം? ഈ പാപത്തിൻ്റെ ബൈബിൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പാപത്തിനെതിരെയുള്ള പോരാട്ടം രക്തച്ചൊരിച്ചിൽ വരെ എത്തിയിട്ടില്ലല്ലോ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാടാം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹെബ്രായർ 12:4. അത് കേൾക്കണ, ഇത് കേട്ടാ. ഹെബ്രായർ 12:4. പാപത്തിനെതിരായുള്ള സമരത്തിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. അപ്പൊ ബൈബിളിന്റെ മനസ്സിരിപ്പ് കണ്ടില്ലേ? എന്താണ്? രക്തം ചൊരിഞ്ഞാലും ദൈവത്തിന് സന്തോഷമേ ഉള്ളെന്ന്. നീ രക്തം ചൊരിഞ്ഞാലും ദൈവത്തിന് സന്തോഷമേ ഉള്ളൂ. ബൈബിൾ എന്താ പറയണത്? പാപത്തിനെതിരെയുള്ള പോരാട്ടം. പറഞ്ഞേ, പാപത്തിനെതിരായുള്ള പോരാട്ടം ഇനിയും രക്തച്ചൊരിച്ചിൽ വരെ എത്തിയിട്ടില്ലല്ലോ. അങ്ങനെ രക്തച്ചൊരിച്ചിൽ വരെ എത്തിയ ആളാണ് ഈ കുരിശിൽ കിടക്കണത്. അത് ഓർക്കണം. അതാണ് വിഷയം. പാപം എന്തുമാത്രം ഭീകരമാണെന്നും അതെന്തുമാത്രം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുവെന്നും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോഴേ ദൈവത്തിന് മനസ്സിലായതാണ് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യപ്രകൃതിയെ തന്നെ പരിഹാരം ചെയ്യുന്നതിലും അത് അത്രയും താഴ്ന്നു വന്നാലും പാപത്തിൽ നിന്ന് ലോകത്തെ ഒഴിവാക്കാൻ അത് മതിയായ ഒരു തീരുമാനമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈശോയുടെ മഹത്വം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്തിലെ പാപത്തിനെതിരെ പോരാടിക്കൊണ്ട് ദൈവ തിരുസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഉടമ്പടി ജീവിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ടും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണത് ഞാൻ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ ആ ദൈവത്തിനോട് ഉടമ്പടി ചെയ്യാനുള്ള യോഗ്യത ചെയ്യണ സമയത്ത് നമുക്ക് ഉണ്ടാകത്തില്ലെങ്കിലും ക്രമേണ നമ്മൾ ആ യോഗ്യത ആർജിച്ചെടുക്കുകയാണ്. അപ്പോൾ എന്തു ചെയ്യും? ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർ കുമ്പസാരിച്ചിട്ട് പാപക്ഷമ മേടിക്കും. ഈശോ അങ്ങനെ ഒരു വാതിൽ സഭയെ തുറന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ കേൾക്കുന്ന അക്രൈസ്തവ സഹോദരങ്ങൾ വിചാരിക്കും, അയ്യോ ഞങ്ങൾക്ക് കുമ്പസാരിക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് മോചനം കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 2:14-15. റോമ 2:14-15. നിയമം ലഭിച്ചിട്ടില്ലാത്ത വിജാതീയർ, നിയമം എന്ന് വെച്ചാൽ പഴയ നിയമവും പുതിയ നിയമവും, കർത്താവിൻ്റെ വചനം ലഭിച്ചിട്ടില്ലാത്ത വിജാതിയർ, നിയമം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, കർത്താവിൻ്റെ വചനം ആവശ്യപ്പെടുന്ന വിശുദ്ധി സ്വാഭാവികമായി തന്നെ നിറവേറ്റുമ്പോൾ, നിങ്ങൾ ഈ നിയമം തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേട്ടും ഉടമ്പടി ധ്യാനങ്ങളൊക്കെ കൂടിയും പാപത്തെ മനസ്സിലാക്കി കഴിഞ്ഞ് അത് നിങ്ങളത് സ്വാഭാവികമായി നിറവേറ്റുമ്പോൾ, നിയമമില്ലെന്നിരിക്കലും പാപം ചെയ്യാതിരിക്കുമ്പോൾ അവർ തങ്ങൾക്ക് തന്നെ ഒരു നിയമമാവുകയാണ് ചെയ്യുന്നത്. ചെയ്യണത്. ഇത് ഇങ്ങനെ കുറിച്ചിട്ടേക്കണം. എത്രയാണത്? റോമ 2:14. റോമ 2:14. ഇന്ന് വായിച്ചേക്കണം. 15 വായിച്ചേ. നിയമത്തിന്റെ അനുശാസനം തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ സ്പഷ്ടമാക്കുന്നു. അവരുടെ മനസാക്ഷി അതിന് സാക്ഷ്യം നൽകുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം എന്താണെന്നറിയാവോ? അതായത് ഇപ്പൊ വചനം കേട്ട് വരുമ്പോൾ കേൾക്കുന്ന വഴി തന്നെ അത് വിശ്വസിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നവരുണ്ട്. എന്താ കാര്യം? ദൈവത്തോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ വിശ്വാസം വരണത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം തന്നെ നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 15:3 യോഹന്നാൻ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. യോഹന്നാൻ 15:3. യോഹന്നാൻ 15:3. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അതെന്താ സംഭവം എന്നറിയോ? ചില ആൾക്കാരെ അച്ഛനിങ്ങനെ വചനം പറയുമ്പോൾ തന്നെ ഈശോനോടുള്ള സ്നേഹം കാരണം അതങ്ങോട്ട് വിശ്വസിക്കുമ്പോൾ പറയുമ്പോൾ ഈ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലും ദൈവം നമ്മൾ വിശ്വസിക്കുന്നു എന്നല്ല പറയണത്. നമ്മൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം പറയും അനുസരിക്കണമെന്നാണ് ദൈവം പറയണത്. നമ്മൾ വിശ്വാസത്തിന് പകരം ദൈവം വിളിക്കുന്നത് അനുസരണമെന്നാണ്. കേവലമായിട്ട് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. അനുസരിക്കുമ്പോഴാണ് ആ വിശ്വാസം പ്രാബല്യത്തിൽ വരണത്. അതുകൊണ്ട് വിശ്വാസവും അനുസരണവും ഒന്ന് തന്നെയാണ്. അതായത് നമ്മുടെ വിശ്വാസത്തിന് ദൈവം വിളിക്കുന്നത് അനുസരണമെന്നാണ്. അപ്പോൾ ഒത്തിരി പേര് അച്ഛൻ്റെ വചനം കേട്ട് ഉടമ്പടി ധ്യാനം കൂടിയും അനുസരണത്തിലേക്ക് വരുന്നുണ്ട്. ഈ അനുസരണത്തിലേക്ക് വരുന്നതിലെല്ലാം ഓട്ടോമാറ്റിക്കായി എന്താ സംഭവിക്കുന്നത്? വിശുദ്ധീകരണത്തിലേക്കാണ് വരണത്. കാര്യം വിശുദ്ധീകരണത്തിലേക്ക് വന്നിട്ട് ഇവർ കർത്താവിനോട് പറയണത്, കർത്താവെ ഞങ്ങളെ വിശുദ്ധിയിൽ നിലനിർത്താൻ പറയും. ഈ വിശുദ്ധിയെ നിലനിർത്താൻ വിശുദ്ധിയെ നിങ്ങളൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് കണ്ടാൽ പിന്നെ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധി നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ നമ്മളെ വിശുദ്ധി സംരക്ഷിക്കും. അതാണ് എൻ്റെ അത് വിഷയം എന്നത്. ഇപ്പം ചില ആൾക്കാരൊക്കെ അതുകൊണ്ടാണ് നമ്മളെ ആവശ്യമില്ലാത്ത ഏപ്പടങ്ങളില്ലേ, റീൽസുകൾ, ഏപ്പടങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ ലൈംഗികമായി ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള ഷോട്ടുകൾ ഉടമ്പടിക്കാർ കാണേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ കുടുംബജീവിതക്കാർ ഒരിക്കലും കാണരുത്. എന്താ കാര്യം? നിങ്ങൾക്ക് ആവശ്യത്തിന് സെക്സിൻ്റെ ദൈവവും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് മാർഗങ്ങളില്ലാത്ത വിവാഹം കഴിക്കാത്തവർക്ക് കാണണമെന്നല്ല അച്ഛൻ പറയണത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ബോധപൂർവ്വം വിട്ടു നിൽക്കണം. അപ്പോൾ ദൈവത്തിന് തോന്നും നിങ്ങൾ പാപ സാഹചര്യങ്ങളിൽ നിന്ന് ബോധപൂർവ്വം വിട്ടു നിൽക്കുന്നുണ്ടെന്ന്.
അപ്പോൾ ഉടമ്പടിയോട് നിങ്ങൾക്ക് ആത്മാർത്ഥമുണ്ട് ദൈവത്തെ തോന്നും. അപ്പോൾ പാപസാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ലോകത്തിൽ പാപസാഹചര്യങ്ങളെ ദൈവത്തെ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ. ഞങ്ങൾക്ക് സൈക്കോളജി പഠിക്കണ കാലത്ത് അവർ പറയണേ ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ മാസ്റ്റർബേറ്റ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല, അത് ഒരു മനുഷ്യന്മാരുടെ ജൈവവാസനയുടെ ഭാഗമാണ്, നമ്മൾ അത് കൺട്രോൾ ചെയ്താൽ കുഴപ്പങ്ങളുണ്ടാവും. അപ്പോൾ ശാസ്ത്രങ്ങൾ പൊട്ടശാസ്ത്രം ചില സമയത്ത് ഇതിനേക്കാൾ ആൾക്കാർ സൂചിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയും, വഴിതെറ്റിക്കുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, കുറേ ആൾക്കാരൊക്കെ പാർക്കിൻസൺസൊക്കെ വന്ന് നടക്കണില്ലേ, കുറേ ആൾക്ക്. എല്ലാ പാർക്കിൻസൺസ് രോഗികളുമല്ല, ചില പാർക്കിൻസൺസ് രോഗികൾ കണ്ടിന്യൂസ് ആയിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നവർ പാർക്കിൻസൺസ് രോഗികളെ വരുന്നുണ്ട്. അത് നമ്മൾ ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ചില ആൾക്കാരെ കൊണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ, പിന്നെ കൊണ്ടിട്ട് സമയം ഉണ്ടാകത്തില്ല. പിന്നെ രോഗം എനിക്ക് വരുന്നതെന്ന് വിചാരിച്ചുകൊണ്ടല്ല, മറിച്ച് ദൈവത്തിന് അനാവശ്യമായിട്ടുള്ള സുഖങ്ങൾ നമ്മൾ അതിനുവേണ്ടി മനസ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരുമെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെയും ശരീരത്തെയും ദൈവത്തെയും ഒരുമിച്ച് പ്രീണിപ്പിക്കാനും പ്രസാദിപ്പിക്കാനും സാധ്യമല്ല. അപ്പം നമ്മുടെ ചിന്തകൾ എപ്പോഴും നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം എന്ന് ഈശോ പറഞ്ഞില്ലേ, ആ ഒരു പ്രശ്നം വരും. നിങ്ങൾ എന്തിലാണ് നിക്ഷേപിക്കണത്? അതുകൊണ്ടാണ് പ്രണയങ്ങളൊക്കെ ഞാൻ എൻ്റെ അടുത്ത് പ്രണയക്കാർ വരുമ്പോൾ ഞാനോട് പറയും കൺട്രോൾഡ് ആയിരിക്കണം കേട്ടോ. അവിടെ ഇവിടെ നിന്ന് നിസ്സാരം ഈ 4 മണിക്കൂറൊക്കെ കുത്തിയിരുന്നുകൊണ്ട് മെസ്സേജ് ഇട്ട് കഴിച്ചാൽ തിന്ന എവിടെയാണ് എന്ത് ഷർട്ടാണ് ഇട്ടിരിക്കണത് എന്നൊക്കെ പറഞ്ഞു. ചുമ്മാ ഒരു കാര്യമില്ലേ. ഉടമ്പടിക്കാർ അലവലാദികൾ എന്തെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ ഉടമ്പടിക്കാർ ശ്രദ്ധിക്കണം. വേസ്റ്റ് ടോക്ക് അവസാനിപ്പിക്കണം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അഭിഷേകം ഈശോ പറഞ്ഞത് എന്താണ്? ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. 5 ഭർത്താക്കന്മാരുണ്ടായ സ്ത്രീകളുണ്ടല്ല, 5 ഭർത്താക്കന്മാരുണ്ടായ ഒരു ചേച്ചിയില്ലേ, അവരോടാണ് പറയണത്. 5 ഭർത്താവുണ്ട്. കർത്താവ് അവരെ കണ്ടുമുട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ മിക്കവരും 10 ഭർത്താക്കന്മാരുമായിട്ട് മരിക്കത്തുള്ളൂ. അതെ, കർത്താവ് കണ്ടുമുട്ടിയപ്പോൾ കർത്താവ് പറഞ്ഞു 5 ഭർത്താവ് ഇപ്പം ഇല്ലേ, ഈ വെള്ളം കുടിക്കണമെങ്കിൽ ഇനിയും ദാഹിക്കും. അതാണ് വിഷയം. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഈ ലൈംഗിക വിഷയത്തിൻ്റെ ഒരു പരാജയം അതാണ്. ആസ്വദിച്ചാലും അവസാനം ഈ ആൾക്കാർ കുടിക്കുന്നവർ തന്നെ, ചില ആൾക്കാർ ബാറിൽ നിന്നൊക്കെ ബാറുകാർ തന്നെ അവരുടെ നല്ല പറ്റുപിടിക്കാറുണ്ടാവും. കാര്യം അവർ 10-40 കൊല്ലമായിട്ട് ആ ബാറിൽ നിന്ന് കുടിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അവരെ വേറെ കസ്റ്റമേഴ്സ് ആരും വന്നില്ലെങ്കിൽ ഈ സ്ഥിരം പറ്റുപിടിക്കാർ അവിടെ ചെല്ലും. പക്ഷേ എന്നാൽ സ്ഥിരം പറ്റുപിടിക്കാർ 11 മണിയാകുമ്പോൾ ഒരു 9 മണിയാകുമ്പോൾ ബാറ് ഒഴിച്ചു കൊടുപ്പുകാർ ഇയാളെ പിടിച്ച് ചവിട്ടും. എന്താണ്? വീട്ടിൽ പോടാന്ന് പറയും. നമുക്ക് ആ സംഘം കൊടുത്തിട്ട് അവന് ചവിട്ട് മേടിക്കണേ. കാര്യം വെച്ചാൽ പുള്ളിക്കാരൻ ഇങ്ങനെ ഹീറ്റായി ഹോട്ട് ഡ്രിങ്ക്സ് അല്ലേ, അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഹോട്ടടിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ 5 മിനിറ്റ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കുടിച്ച സംഭവം പിന്നെയും തണുക്കുമല്ല ശരീരം. പിന്നെ ഒരു പെക്കെടുത്ത് പിന്നെ ഹോട്ടായി, പിന്നെ തണുത്ത്, പിന്നെ ഹോട്ടായി, അങ്ങനെ രാത്രി 12 മണിയാകുമ്പോൾ അവൻ്റെ ചവിട്ട് മേടിക്കും. വല്ല കാര്യമുണ്ട്. ഈ ലോകത്തിൻ്റെ സുഖങ്ങളുടെയൊക്കെ ഒരു കുഴപ്പം അതാ. അത് നമ്മളവരെടുത്ത് രക്ഷപ്പെടുത്തുമില്ല, നമ്മൾ അവരെടുത്ത് അത് ആസ്വദിച്ച് തീരത്തുമില്ല. അത് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെയുള്ള വിഷയം എന്ന് പറയുമ്പോൾ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് എന്താ സബ്സ്റ്റിറ്റ്യൂട്ടെന്ന് ചോദിച്ചാൽ ഇതിന് ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുണ്ട്. അതെന്താണ്? നിങ്ങൾ ഈ ദൈവത്തിന് ഇരുത്തേണ്ട സ്ഥലത്ത് ദൈവം ഇരുന്നില്ല. ചിലർ പറയത്തില്ലേ, ഭർത്താവിന് ഇരുത്തേണ്ട സ്ഥലത്ത് ഭർത്താവ് ഇരുന്നില്ലെങ്കിൽ പട്ടി കയറിയിരിക്കുമെന്ന് പറയും. അതുപോലെ തന്നെ ദൈവത്തിനെ ഇരുത്തേണ്ട സ്ഥലത്ത് ദൈവം ഇരുന്നില്ലെങ്കിൽ അവിടെ ഈ ജഡം കയറിയിരിക്കും. ആ ദൈവത്തിന് പ്രാധാന്യം. ഇപ്പോൾ ഈ ഉടമ്പടിയോടുകൂടി നമ്മളൊരു ലൈഫ് ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുകയും. എന്താ കാര്യം? നമ്മളിങ്ങനെ ജഡികരായിട്ട് തന്നെ ജീവിച്ച ആൾക്കാരായിരിക്കാം, പക്ഷേ നമ്മളിപ്പോൾ ഉടമ്പടി വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? എല്ലാത്തിനും ഒരു സ്റ്റോപ്പ് പേയ്മെൻ്റ് അടിക്കും. എന്നിട്ട് നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ നിൽക്കാൻ വേണ്ടി, എൻ്റെ മക്കളെ നിങ്ങൾ ജയിച്ചോ എന്നുള്ളതല്ല പ്രശ്നം, നിങ്ങൾ അതിന് ദൈവം നോക്കണത് എന്താണ്? നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചോ എന്നാ പ്രശ്നം. അതാണ് വിഷയം. ഉടനെ സ്ഥലം ജയിച്ചതായിട്ട് കാണപ്പെടുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തന്നെ പാപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ജയിച്ചവരായി കാണപ്പെടുന്നില്ല, പക്ഷേ ഞങ്ങളിപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും നമ്മൾ എല്ലാ പാപത്തിനെയും അത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോപിഷ്ഠനാണ്. ഞാൻ ഇങ്ങനെ കോപിക്കണം, പെട്ടെന്ന് കോപിക്കും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും.
പക്ഷേ എനിക്ക് ഈ ഇവിടുത്തെ സാധാരണ ജോലിക്കാരോട് കോപിച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടം വരും. കാര്യം എന്താണ്? അതിങ്ങനെ പാവത്തങ്ങനെ 10 രൂപ പൈസയുടെ ജോലിക്ക് വേണ്ടി ഇവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ട് പോണവരാണ്. അവർക്ക് വീട്ടിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അതിനൊരു അച്ഛനും കൂടി അവരെ ഞാൻ ആശ്വസിപ്പിക്കേണ്ട ആളല്ലേ അവരെ. ഇപ്പം ഞാൻ കൂടി കോപിച്ചാൽ എന്തു ചെയ്യും? അപ്പോൾ ദൈവം അത് എന്നിൽ നിന്ന് ഉദ്ദേശിക്കണില്ല. ദൈവം അത് എന്നിൽ നിന്ന് ഉദ്ദേശിക്കണില്ല. ഞാൻ പിന്നെ കർത്താവിനോട് പട്ടാങ്ങിയൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ അവരെ പോയി സാന്ത്വനിപ്പിച്ച് നിർത്തുക. എന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും ഓരോ ബലഹീനതയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ അഡ്രസ്സ് ചെയ്യുന്നുവെന്ന് ദൈവത്തിന് തോന്നണം. നമ്മൾ എന്നും കൊന്നിത് എനിക്കത് എൻ്റെ ബലഹീനതയാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ അളിഞ്ഞ മോന്തമായിട്ട് ദൈവത്തിനെ പറ്റിച്ച് ജീവിക്കല്ല വേണ്ടത്. ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ എന്നെ സഹായിക്കണമേ. കൈയൊന്ന് നെഞ്ചത്ത് വെച്ചേ. കർത്താവായ ദൈവമേ, ഞാൻ ഉടമ്പടിയിലാണ്. എനിക്ക് എൻ്റെ ചില ബലഹീനതകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിന്നോട് കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അതിനുള്ള ത്രാണി തരണമേ. അതിനുള്ള പ്രതിരോധം തരണമേ. നൽകണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാനും കൃപയിൽ വിരാജിക്കുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ നമ്മൾ പറഞ്ഞു കർത്താവ് നമ്മളെ വഴി നടത്തിക്കൊണ്ട് വന്ന വചനങ്ങൾ എന്താണ്? നമ്മൾ എന്നും കൊന്ന് ഞാൻ പാപിയാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം. മനസ്സിലായില്ലേ? എന്നും കൊന്ന് ഞാൻ പാപിയാണ് എന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം. അത് എങ്ങനെ രക്ഷപ്പെട്ടില്ല കുഴപ്പമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ആത്മവിശ്വാസം പോകും. നമുക്ക് ഈ പാപകരമല്ലാത്തൊരവസ്ഥ നിലനിർത്തുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസമാണ്. നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പറ്റും. ആത്മവിശ്വാസം സംസാരിച്ചാൽ എന്താ പറയണത്? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ഈശോ പറയണത് എന്താണ്? അങ്ങനെ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും നിങ്ങൾ വിശുദ്ധി വിരാജിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. അതാണ് വിശുദ്ധിയും ആത്മവിശ്വാസവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അതായത് യോഹന്നാൻ 15:3 നമ്മൾ പറഞ്ഞത്. 15:3 എന്താ പറയണത്? ഞാൻ നിങ്ങളോട് പറഞ്ഞ് വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കും. വചനം നമ്മൾ പറയുമ്പോൾ അത് കേട്ട് അനുസരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയുള്ളവരാകും. വിശുദ്ധി കുറേ മാനദണ്ഡങ്ങളുണ്ട്. അത് അത്രയും ആഴമായിട്ട് ഞാൻ ഇപ്പം നിങ്ങളോട് പറയണില്ല. പക്ഷേ എന്നാലും നിങ്ങൾക്ക് എല്ലാ അവസ്ഥകളോടും സ്നേഹം തോന്നണം മക്കളെ. സ്നേഹമാണ് വിശുദ്ധി. ഞാൻ ഈ 40 കൊല്ലത്തെ പൗരോഹിത്യം കൊണ്ട് കർത്താവിനെ പഠിപ്പിച്ച ഒരു സാധനം എന്താണ് വിശുദ്ധി എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും സ്നേഹമാണ് വിശുദ്ധി എന്ന് പറയും. അത് അഗസ്റ്റിനൊക്കെ എന്നാ പറയണത്? വിശുദ്ധ അഗസ്റ്റിൻ, ലവ് ഗോഡ് വാണ്ട് ആൻഡ് വാട്ട് എവർ യു ലൈക്ക് ആൻഡ് ഡു വാട്ട് എവർ യു ലൈക്ക്. ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ പിന്നെ അവർക്ക് എന്തും ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും പാപം ചെയ്യത്തില്ല. അപ്പോൾ ഈ സ്നേഹവും പാപവും വിശുദ്ധിയും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ ദൈവത്തെ സ്നേഹിക്കണം മാത്രമല്ല വിശുദ്ധി, നമ്മളെ ഉപദ്രവിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങണം. മനസ്സിലായില്ലേ? നാം വിശുദ്ധി വരുന്നത് അങ്ങനെയാണ്. ഉപദ്രവിക്കുന്നവരെ നമ്മൾ ഉപദ്രവിക്കുകയും പാര വയ്ക്കുകയും സൂചി വയ്ക്കുകയും
നമ്മുടെ യാത്രകളെയും നമ്മുടെ പ്രൊമോഷൻ തടയുകയും നമ്മുടെ ജോലി നഷ്ടപ്പെടുത്തുകയും നമ്മുടെ നമ്മൾ കല്യാണം ഉറച്ചെന്ന് കാണുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ പോയി പറയും അവന് വേറെ പെണ്ണുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ എന്തുമാത്രം പരദൂഷണക്കാരും ആൾക്കാരുണ്ട്. ഇങ്ങനെ ഉള്ളവരെ നിങ്ങളുണ്ട്. അത് ട്രെഷറാണ് ശരിക്കും പറഞ്ഞാൽ. അത് ട്രെഷറാണ് ശരിക്കും, എന്നാൽ നിധിയാണ്. ഇപ്പം നിങ്ങൾക്കൊരു ഇപ്പോൾ പണ്ടൊക്കെ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് കാർഡ് വരുമ്പോൾ എംപ്ലോയ്മെൻറ്റ് കാർഡുകാരനോട് പറയും, ആ ചേട്ടനോട് പറയും, അവനപ്പോൾ ബോംബെ ജോലിയില്ലേ, സെറ്റിൽഡ് അല്ലേ എന്ന് പറയാം. അവനെ കറിക്ക് മീനച്ച് ചൂണ്ടിടാൻ പോകണമായിരിക്കും ചിലപ്പോൾ അവൻ ഇവിടെ ഇല്ലായിരിക്കും. പക്ഷെ പാരവെക്കും. ആത്മാർത്ഥമായ പാരവെപ്പുകാരുടെ എണ്ണം കൂടുതലാണ്. പക്ഷെ അങ്ങനെ കിട്ടുമ്പോൾ എന്താ പ്രശ്നം, നമുക്കങ്ങനെ ഒരു പാരവെപ്പുകാരനെ കിട്ടിയാൽ നമുക്കൊരു നിധി കുംഭം കിട്ടിയ പോലെയാണ്. എന്താ കാര്യം, നമുക്ക് ക്രിസ്തുവിലേക്ക് പോകാൻ ഇവൻ്റെ മുതുകത്ത് ചവിട്ടിക്കൊണ്ട് പോകാൻ പറ്റും. ക്രിസ്തുവിലേക്ക് ഇവൻ്റെ മുതുകത്ത് ചവിട്ടിക്കൊണ്ട് പോകാൻ പറ്റും. കാര്യം ഇവനെക്കൊണ്ട് തിന്മ പിശാചിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റും, തിന്മയിലേക്കും. ഇപ്പം എന്താ ചെയ്യേണ്ടത്, അതാണ് ഈശോ പറഞ്ഞത്, ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ക്ഷമിച്ച നിന്നോട് ക്ഷമിക്കുന്ന ദൈവം ഇല്ലെങ്കിലോ ക്ഷമിക്കില്ല എന്നോദിനാഥൻ. നീ ക്ഷമിച്ച നിന്നോട് ക്ഷമിക്കുന്ന ദൈവം ഇല്ലെങ്കിലോ ക്ഷമിക്കില്ല എന്നോദിനാഥൻ. അണുകെട്ടി നിൽക്കുന്ന അനുഗ്രഹമില്ല, അണപൊട്ടി ഒഴുകുന്ന നേരം, നീ ക്ഷമിക്കുന്ന നേരം. റോമ 12:14. റോമ 12:14. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അപ്പോൾ ഇത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ വഴി തടഞ്ഞു, നിങ്ങൾ നല്ലവണ്ണം വഴി പോയിക്കൊണ്ടിരുന്ന വഴിയാണ്, അവിടെ കൊണ്ടുവന്ന് കുറേ പുല്ലും കുപ്പിച്ചേരും കൂടി ഇട്ട് നിങ്ങളുടെ വഴി തടഞ്ഞു, നിങ്ങളെ ഒതുക്കിയെന്ന് വിചാരിച്ചു. ഈ ആൾക്കാരെ കാണുമ്പോൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ ആശീർവദിക്കണമെന്ന്. അല്ല നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. ബൈബിളായിട്ടാണ് പറയേണ്ടത്. അല്ല നിങ്ങളിവിടെ വന്ന ശേഷം ഉടമ്പടി എടുക്കും, നാട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ആ ബൈബിളിന് വിരുദ്ധമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മവിശ്വാസം പോയി. നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ സ്വാഗതം ചെയ്യണം. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ മൊത്തമുള്ള ആൾക്കാരുടെ മുഴുവൻ അയൽവാസികളുടെ മെയിൻ പരിപാടി എന്തായിരുന്നു? മുഖ്യമന്ത്രിക്കും DGPക്കും DSPക്കൊക്കെ പെറ്റീഷൻ വിടുക, ഇവിടെ പൊല്യൂഷനാണ്, ഇവിടെ വെള്ളത്തിൻ്റെ കേടാണ്, ഞാൻ കുടിക്കാൻ പാടില്ല, ജീവിക്കാൻ പറ്റുകയില്ല, ഇത് നിരോധിക്കണമെന്നൊക്കെ. ഞാൻ ഈ ആൾക്കാരെല്ലാം സ്നേഹത്തോടെയാണ് എടുത്തത്. ഒരു മനുഷ്യനോട് നിരാശ കാണിക്കുകയോ നിങ്ങളങ്ങനെ കൊടുത്തില്ലേ അങ്ങനെ പറയുകയോ ഒന്നും ചെയ്യില്ല. ഇവിടെ ഇതിനകത്ത് താമസിച്ച ആൾക്കാർ വരെ നമുക്കെതിരായിരുന്നു. ശരിക്കും എന്നിട്ട് ഞാൻ അവരോട് അവസാനം വരെ സ്നേഹമായിട്ട് എന്തെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അന്തിമ വിജയം ആരുടേതായിരിക്കും? കർത്താവിൻ്റെതായിരിക്കും. ഇപ്പം നമ്മൾ അന്തിമ വിജയത്തിനാണ് പോണത്, അല്ലാതെ അപ്പോഴപ്പോഴുള്ള വിജയത്തിനല്ല. ഉടമ്പടിയുടെ ഒരു സമീപന രീതി വ്യത്യാസമുണ്ട്. ഈ മനുഷ്യൻ്റെ വിഷയത്തിൽ അപ്പോഴപ്പോഴുള്ള വിജയമാണ്, അങ്ങനെയല്ല. നമ്മൾ അന്തിമ വിജയത്തിലേക്കാണ് നോക്കുന്നത്, അത് കർത്താവിൻ്റെതായിരിക്കും. അപ്പം കർത്താവിന് വിജയിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ വെച്ചാൽ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ല. ആത്മവിശ്വാസത്തോടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പെട്ടെന്ന് ടൈം ഷോർട്ടനിങ് സംഭവിക്കും. ഉടമ്പടിക്ക് ടൈം ഷോർട്ടനിങ് സംഭവിക്കും. ആത്മവിശ്വാസവും സമയച്ചുരുക്കവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന് കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുക. മറ്റുള്ള പ്രാർത്ഥനയ്ക്കുള്ള കുഴപ്പങ്ങളെന്ന് വെച്ചാൽ അത് പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളവരെ എല്ലാം കൃപാസനത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല, തട്ടപ്പാടെ മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിഷയുടെ സാക്ഷ്യത്തിൽ പറയുന്നത് എന്താ വിഷയം എന്ന് വെച്ചാൽ,
അവരുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഉടമ്പടിയാണ് അവർ. അപ്പം നിഷയും ഹസ്ബൻഡും ജീസസ് യൂത്തിൻ്റെ ആൾക്കാരാണ്. അപ്പം അവർ നല്ല ട്രെയിനിങ്, കർത്താവ് പ്രാർത്ഥനയിലും പ്രവർത്തനങ്ങളിലും ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാണ്. അപ്പോൾ അവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി നിഷ വരുമ്പോൾ നിഷയും ഭർത്താവും കൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും, അതെന്താ വെച്ചാൽ അവരുടെ ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ലിസ്റ്റ് ക്യാൻസലാകാൻ പോവുകയാണ്. ക്യാൻസലാകുന്ന മുമ്പ് ഇവർക്ക് ജോലി കിട്ടണം. അതിനാണ് അവർ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഉടമ്പടിയുടെ ക്ലാസ് കേട്ടപ്പോൾ നിഷ ഹസ്ബൻഡിനോട് പറഞ്ഞ്, ഇത് നമ്മുടെ വിഷയമായിട്ട് കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല, നമ്മുടെ വിഷയമായിട്ട് ഇതിനെ കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല. ഉടമ്പടി അതിൽ തന്നെ റിച്ചാണ്. നമുക്ക് ദൈവത്തിൽ വളരാൻ ഉടമ്പടി നമുക്ക് നിയതമായ രൂപം തരികയാണ്. കാര്യം എന്താണ്? അവർ ദൈവത്തെ വളർന്നവരാണ് ശരിക്കും. കാരണം ജീസസ് യൂത്തിന് ഞാൻ പണ്ട് ഇവിടെ ഈ സബ് സോണിൻ്റെയൊക്കെ പാസ്റ്ററായിരുന്നു. അപ്പോൾ എനിക്ക് ഇവരുമായിട്ട് കുമ്പസാരവും കാര്യങ്ങളൊക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ലെവൽ എനിക്ക് ഇറക്കൊരു അറിയാൻ പറ്റും. അവരൊരുതം വളർന്നവരാണ്, സുവിശേഷ പ്രവർത്തനത്തിലൊക്കെ വളർന്ന ആൾക്കാരാണ്. പക്ഷെ അവർ ഉടമ്പടി എടുക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ഉടമ്പടി എടുക്കുമ്പോൾ അവർ നിയോഗം മറന്നു പോവുകയാണ്. ഉടമ്പടിയുടെ കറക്റ്റ് ഫോർമാറ്റ് കേൾക്കുമ്പോൾ നിയോഗം മറന്നു പോവുകയാണ്. എന്നിട്ട് നിഷ ഹസ്ബൻഡ് പറയണത്, ഈ നിയോഗമായിട്ട് ഇതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല, ഇത് അതിൽ തന്നെ റിച്ചാണ്, ഉടമ്പടി അതിൽ തന്നെ റിച്ചാണ്. എന്താ കാര്യം? അവൻ പറയണത് പോലെ ചെയ്തുകൊണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ വീണ്ടും അതിൻ്റെ ഫോളോ അപ്പ് വരുമ്പോൾ നമ്മളത് ക്ലാപ്പ് പേപ്പറിലൂടെ നമ്മൾ അസസ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ആൾക്കാർക്ക് കുറച്ച് ഉത്തേജനം കിട്ടും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതിൻ്റെ ഇങ്ങനെ ഹോംവർക്കുകൾ ചെയ്യിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? അതായത് നമ്മൾ ഹോംവർക്ക് ചെയ്യുന്ന അനുസരിച്ചുകൊണ്ട് നമുക്ക് ദൈവതിരുസന്നിധിയിലെ ആത്മവിശ്വാസം വർദ്ധിക്കും. അതാണ് ഈ ഹോംവർക്കിൻ്റെ ഏറ്റവും വലിയ വിഷയം. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തകയാണ്, ദൈവത്തിൻ്റെ ഒരു വിശ്വാസി അല്ലല്ലോ നമ്മൾ. അതാണ് വിഷയം. പെട്ടെന്ന് ഈ സ്റ്റാറ്റസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ലെവല് മാർക്ക്. നമ്മൾ ജന്മന ഒരു വിശ്വാസി എന്ന രീതിയിലാണ് ഈ പള്ളിയിൽ പോവുക, പെരുന്നാൾ കൂടുക, നിവേദനം നടത്തുക, അത് പാട്ട് പാടുക, അങ്ങനെയൊക്കെ ചെയ്യണതെല്ലാം വിശ്വാസി എന്നുള്ള നിലവിലാണ്. പക്ഷേ ബൈബിളിൽ വിശ്വാസി എന്നതിനേക്കാളുപരി കർത്താവ് വിശ്വാസി എന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ വിശ്വാസിയിൽ നിന്ന് നമ്മൾ വളരാൻ വേണ്ടി കർത്താവ് വേറെ ഒരു സ്റ്റാറ്റസ് വെക്കും. അത് പ്രേക്ഷിതനൊന്നുമല്ല, ദൈവം അവരെ വിളിക്കണത് ദാസൻ എന്നാണ് വിളിക്കണത്. ദാസൻ. ഇപ്പോൾ ദാസൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് എതിർവാ പറയാതെ അനുസരിച്ചുകൊണ്ട് നമുക്കൊരു നഷ്ടം വന്നാലും ഏതറ്റം വരെ വചനത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി ഇവൻ അടിമപ്പണി ചെയ്യും. അത്രയും എങ്ങനെ ചെയ്യും? ദൈവത്തോടുള്ള സ്നേഹം കാരണം ചെയ്യും. അപ്പോൾ നമ്മുടെ ജോലി എന്നതിനേക്കാളുപരി, അതിനോടുള്ള സ്നേഹത്തെക്കാളുപരി ചില ആൾക്കാർക്ക് നല്ല ദൈവവിളി കിട്ടും ഉടമ്പടിയിൽ നിന്ന്. എന്താണ്? അവർക്കറിയാം ഇത് എൻ്റെ നിയോഗത്തേക്കാൾ വലുതാണ് എൻ്റെ ഉടമ്പടി. ചില ആൾക്കാർക്ക് ഉടമ്പടി നിയോഗത്തേക്കാൾ ചെറുതാണല്ല. അങ്ങനെ ഒരു ചെറിയ കുഴപ്പം വരുന്നുണ്ട്. അവരുടെ ഉടമ്പടിയേക്കാൾ വലുതാണ് അവർക്ക് നിയോഗം. അതുകൊണ്ട് നിയോഗം നടക്കാൻ താമസിച്ച ഉടമ്പടി അവർ ഉഴപ്പും. അതിൻ്റെ കാര്യം എന്താണ്? അവിടെ ഉടമ്പടി അവർക്ക് നിയോഗത്തെക്കാളും ചെറുതാണ്. പക്ഷേ അപ്പോഴേ ഉള്ള പ്രശ്നം, വെള്ളം എടുത്ത് വള്ളത്തിലേക്ക് കിടത്തണ പോലെ ഇരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? വള്ളം പോകത്തില്ല. അതാണ് നിയോഗത്തെക്കാൾ വലുതാകരുത്, ചെറുതാകരുത് ഉടമ്പടി. ഇപ്പോൾ ഈ ജീസസ് യൂത്ത് നിഷ്ഠാപരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിയോഗം മാറ്റി വെച്ചാലും ഇത് റിച്ചാണെന്ന് പറയും. എന്താ കാര്യം? നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി അവർ പ്രതിജ്ഞാബദ്ധരായിട്ട് ദൈവതിരുസന്നിധിയിൽ അവർ ഉടമ്പടി എടുത്തിരിക്കുകയാണ്. ഉടമ്പടിയെ നിങ്ങൾ സേവ് ചെയ്യണമെന്ന് വിചാരിച്ചോ? അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഉടമ്പടിയെ മാനിക്കും. അതാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ദൈവതിരുസന്നിധിൻ്റെ കോമ്പറ്റൻ്റ് പാർട്ട്ണറാകാൻ വേണ്ടി ഉള്ളൊരു അപ്ഡേഷൻസ് ഉണ്ടാകാൻ ഞാനിങ്ങനെ കാർക്കസ്യമായിട്ട് നിൽക്കണത്. കോമ്പറ്റൻ്റ് പാർട്ട്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു കക്ഷി, നമ്മളൊരു കക്ഷിയല്ലേ, ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ, ഉഭയകക്ഷിയായിട്ടുള്ള ഒരു സമ്മതമല്ലേ.
അതിൻ്റെ ഉടമ്പടി. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദൈവത്തിന് ലെവൽ വർദ്ധിപ്പിക്കേണ്ട കാര്യമില്ല, പക്ഷെ നമ്മൾക്ക് ലെവൽ വർദ്ധിപ്പിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ വിശുദ്ധി ലെവൽ വർദ്ധിപ്പിക്കണം. പിന്നെ എന്ത് ചെയ്യണം? സുവിശേഷ ദൈവത്തിന് വേണ്ടിയുള്ള സുവിശേഷ പ്രവർത്തനത്തിൽ ലെവൽ വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിച്ചാൽ പോരാ, അത് ജോലി കിട്ടാൻ വേണ്ടി, വീട് വെക്കാൻ വേണ്ടി, ജപ്തി മാറാൻ വേണ്ടി എന്നും പറഞ്ഞാൽ നിങ്ങൾ പത്രം കൊടുത്ത് കൂട്ടണത്. അവിടെ ഒരു ചെറിയ അപകടമുണ്ട്. അവിടെ കാര്യമായൊരു അപകടം അവിടെ വരുന്നുണ്ട്. കാര്യം അവിടെ യഥാർത്ഥ കക്ഷി ദൈവമല്ലല്ലോ, നിങ്ങളുടെ ജോലിയല്ലേ, നിയോഗമല്ലേ. അത് ഭയങ്കര അപകടമാണ് ഇതിൻ്റെ. അതിൻ്റെ വിഷയമെന്ന് പറയണത് അവിടെയെല്ലാം ദൈവമായിരിക്കണം. ഞാൻ എന്തിനാണ് ഉടമ്പടി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ പുകഴ്ചയ്ക്ക്, സഭയുടെ വളർച്ചയ്ക്ക്, എല്ലാവരും കർത്താവിനെ അറിയാൻ വേണ്ടി എൻ്റെ ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ് എൻ്റെ ഉടമ്പടി എന്ന് പറയാൻ പറ്റണം. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ സെക്കൻഡ് ഫേസിൽ പറഞ്ഞ വലിയ അനുഗ്രഹമാണ് ഉടമ്പടി. ഇപ്പോൾ ആദ്യത്തെ ഞാൻ ഈ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് അനുഭവം കിട്ടണതിനോട് എനിക്ക് കിട്ടിക്കോട്ടെ, നല്ല കാര്യം കിട്ടുമെന്നാണ് എന്നോട് അമ്മ അന്ന് പറഞ്ഞത്. ഉടമ്പടി ഉടനടി പരിഹാരമെന്നാണ്. പക്ഷേ ഏറ്റവും നല്ലത് 1-2 ഉടമ്പടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാകുന്നതാണ്. എന്താ കാര്യം എന്നറിയാമോ? അതിനുള്ളിൽ നമ്മൾ ദൈവത്തിൻ്റെ ആളായിട്ട് കൺവേർട്ട് ചെയ്യണം. ചെയ്യാതെ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയാൽ നിങ്ങൾ ആ അനുഗ്രഹം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശത്രുക്കളായിട്ട് മാറും. ആ വിഷയം. ദൈവത്തെ അറിയാതെയാണ് നിങ്ങൾക്ക് 3 പുതുക്കി, പക്ഷേ ദൈവത്തിൻ്റെ വേരോളം ചെയ്തില്ല. ചുമ്മാ ദൈവത്തിനെ പറ്റിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ ഇത്തിരി ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു തരികിട പാർട്ടിയാണ് നിങ്ങൾ വിചാരിച്ചോ. അങ്ങനെ തരികിടയാണെങ്കിൽ തരികിടകൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം, ഇവർ പിന്നീട് അതുകൊണ്ട് വലിയ കാര്യം ഇവരുടെ ചില ആൾക്കാരുടെ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കടങ്ങൾ വന്നിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ. ഇപ്പോൾ മലയാളിക്ക് എല്ലാവർക്കും കടങ്ങളുണ്ടല്ലോ, എല്ലാവർക്കും കടങ്ങളില്ലേ. ഇപ്പം കടങ്ങൾ വന്നിരിക്കുന്നതിൻ്റെ മുഴുവൻ കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തേൽ നമ്മൾ ഒതുങ്ങണില്ലല്ല. ഇപ്പോൾ ഒരിടത്തും ഒതുങ്ങണില്ലല്ല. കാര്യം എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ ശരിക്കും വളർന്നിട്ടുണ്ട്. വരുമാനത്തിനേക്കാൾ മെച്ചമായ ജീവിത രീതികളാണ് എല്ലാവർക്കും ഉള്ളത്. വരുമാനത്തിനേക്കാൾ അതായത് നമ്മുടെ ജനങ്ങളുടെ അഭിമാനബോധം കൂടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷനും മീഡിയയും കാരണം ജനങ്ങളുടെ അഭിമാനബോധം കൂടി എല്ലാവരും വളരെ സുന്ദരമായ രീതിയിലാണ് ജീവിക്കണത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഏറെക്കുറെ ആൾക്കാരും ഇപ്പോൾ ശരിക്കും ഒരു നല്ല അഭിമാനബോധത്തിൽ വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല നിരത്തിൽ മാത്രമല്ല വീട്ടിൽ ഇവരെ കാണാനുള്ള ആഢ്യതയുള്ള ഒരു ഇതിൽ കേരളം വളർന്നു. പക്ഷേ ഇവിടുത്തെ വരുന്ന ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നിയത്, ഇതിൻ്റെ ഒപ്പം കടങ്ങൾ പെരുകിയിട്ടുണ്ട്. കടങ്ങൾ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടാവുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, കടം ആരെങ്കിലും കൊടുക്കുന്നുണ്ടെന്ന് കേട്ടാൽ ആവശ്യമില്ലെങ്കിലും ചെന്ന് മേടിക്കും. നമ്മൾ ചിലപ്പോൾ ആവശ്യത്തിന് മേടിക്കും, ചിലപ്പോൾ ആവശ്യമില്ലെങ്കിലും മേടിക്കും. എന്നുവെച്ചാൽ ആഡംബരങ്ങൾക്ക് മേടിക്കും കടങ്ങൾ. പല കടങ്ങളും വന്നിരിക്കുന്നത് ആഡംബരങ്ങൾക്ക് മേടിക്കാനാണ്. ഇപ്പം 4 ലക്ഷത്തിൻ്റെ കാറ് മേടിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. 4 ലക്ഷത്തിന് കാറ്, ഇപ്പം നല്ല കാറ് കിട്ടും, ഭാര്യയും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും പോകാൻ കാറ് കിട്ടും. പക്ഷേ ഈ കാറ് ഓടിച്ചുകൊണ്ട് നമ്മൾ പള്ളി ചെല്ലുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. എന്താണ്? അനിയത്തിൻ്റെ കാറ് 12 ലക്ഷത്തിൻ്റെ, നമ്മുടേത് 4 ലക്ഷത്തിൻ്റെത്. അപ്പം അനിയത്തേക്കാൾ നമ്മൾ ചെറുതാണ്. അപ്പോൾ പിന്നെ അനിയത്തേക്കാൾ വീർത്ത് വലുതാകാൻ വേണ്ടി നമ്മുടെ തവള വീർക്കാൻ പോലെ വീർപ്പിക്കും. കിട്ടണം പോയാൽ ബാങ്കിൽ നമ്മൾ ലോൺ എടുക്കും. അപ്പോൾ 12 ലക്ഷത്തിൻ്റെ കാറ്, അതിൻ്റെ EMI അടച്ച് അവസാനം കിഡ്നി അവർ കൊണ്ടുപോകും. അങ്ങനെയാണ് സംഭവം. കിഡ്നി അവർ കൊണ്ടുപോയില്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി പോകുന്ന കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം മലയാളി ഇങ്ങനെ ഇരുന്ന് വീർക്കണ ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. കുറച്ച് അഹങ്കാരം കൊണ്ടാണ്. കാര്യം ചില വീടുകൾ ചിലവ് നമുക്കറിയാം. ആരുണ്ടമ്മച്ചി ഇവിടെ താമസിക്കുന്നത്? ഞാനുണ്ട് കൊച്ചേ. പിന്നെ പിള്ളേരൊക്കെ ലീവിന് വരും. ഏത് പിള്ളേർ? ബാംഗ്ലൂർ ഒരു ബാക്ക്ഗ്രൗണ്ട്, അത് വരും. അപ്പനും അമ്മയൊക്കെ വന്നിട്ട് 6 കൊല്ലം കൂടുമ്പോഴേ വരത്തുള്ളൂ. അവർ വന്നാലും ഫ്ലാറ്റ് എടുത്ത് എറണാകുളത്ത് താമസിക്കുന്നത് പണ്ടത്തെ പറയണ കറുത്തല്ലേ. വലിയ പറഞ്ഞ എന്താ പറയുക, അപ്പനും അമ്മയും വരും. അവർ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്യും? അവർ എറണാകുളത്ത് പോയി അവിടെ ലീവിന് വന്നിട്ട് അമ്മയെ എറണാകുളത്ത് പോയി താമസിക്കും അവർ. അപ്പോൾ ഈ വീടിന് ഈ വലിയമ്മ തള്ളയുണ്ട്, പിന്നെ പിള്ളേർ ലീവിന് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീട് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റാണ്. ഇത് ലോണെടുത്ത് ചെയ്തിരിക്കുന്ന വീടാണ്. ലോണെടുത്ത് വീടിട്ട് ചെയ്തിട്ട് ഈ ലോണെടുത്ത കക്ഷിക്ക് യൂറോപ്പിൽ വീടുണ്ട്,
എറണാകുളത്ത് വരുമ്പോൾ ഫ്ലാറ്റുണ്ട്, പിന്നെ ഈ വീട് എന്തിനാ? വിൽക്കാനും പറ്റണില്ല. ഇത് വെച്ചപ്പോൾ തന്നെ നീട്ടിക്കെട്ടി അങ്ങോട്ട് വെച്ചതാണ് നീട്ടൊക്കെ. ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വീട് വെച്ചില്ലെങ്കിൽ വെക്കണമെങ്കിൽ 2 നില വെക്കണം എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. വെച്ചില്ലേ വെക്കണ്ട, 1 നില വെച്ചാൽ പിന്നെ ആൾക്കാരുടെ മുമ്പ് നമ്മൾ കൊച്ചാകത്തില്ലേ. അതിന് വെക്കണമെങ്കിൽ നമ്മൾ 2 നില തന്നെ വെക്കണം. അപ്പോൾ വരക്കുമ്പോൾ തന്നെ എഞ്ചിനീയർമാർക്ക് വേറെ അധികം പണിയൊന്നും ഇപ്പോൾ കുറവില്ലാതെ, കാരണം അവരിങ്ങനെ വരച്ച് കൂട്ടി വലിയ വലിയ വീടുകളെ വെച്ച് കേരളത്തിൽ മുഴുവനും 2 നില വീടുകളാണ്. താമസിക്കാൻ ആളില്ല. 7000 വീട് ഞാൻ പറഞ്ഞില്ലേ, 7000 വീട് ഒരു ജില്ലയിൽ തന്നെ വിൽക്കാനിട്ടിരിക്കുകയാണ്. 7000 വീട് ഒരു ജില്ലയെ മാത്രം വിൽക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, എൻ്റെ മക്കളെ ഒന്ന് ഒതുങ്ങണ നിലയാണെന്ന് തോന്നണം. ആൾക്കാരെ നിങ്ങൾ ഉടമ്പടി എടുത്ത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പിന്നെയും വീർപ്പിക്കണമല്ല. ചില സമയത്ത് നിങ്ങൾ ദൈവത്തിൻ്റെ ഉടമ്പടി എടുത്ത് ആനുകൂല്യം കിട്ടിയാൽ കുഴപ്പമില്ല, പക്ഷേ ദൈവത്തിൻ്റെ കൺട്രോളിൽ നിന്ന് പോകരുത്. ദൈവത്തിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് അറിയാമോ? അതായത് ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയായി കരുതിയതിനാൽ അധമവികാരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സംഭവം. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഉടമ്പടിയിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വല്ല രോഗികൾക്ക് കൊണ്ട് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് കുറേ പത്രമൊക്കെ വിതരണം ചെയ്തെങ്കിലും ജീവിതത്തിലെ തീരുമാനങ്ങൾ ദൈവത്തെ അവർ അംഗീകരിക്കത്തില്ല. അവർ തന്നെ ദൈവമാണെന്ന് പറഞ്ഞ രീതിയിൽ സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ അവരെ ബൂസ്റ്റ് ചെയ്തെടുക്കും. എടുത്തതിൻ്റെ പേരിൽ അവരുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് അവർ ലൈഫിൽ കുറേ അധികം കടങ്ങൾ വരുത്തി മാറ്റും. കടങ്ങൾ വെച്ച് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. കടം മേടിച്ച് ഒരിക്കലും നിങ്ങൾ സ്റ്റാറ്റസ് ഉയർത്താൻ വേണ്ടി നോക്കരുത്. കാര്യം എന്താ പ്രശ്നം വെച്ചാൽ അതിനുള്ള കുഴപ്പം ദൈവത്തിൻ്റെ ഒരു കൺകറൻസ് കിട്ടത്തില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഉടമ്പടി എടുത്തിട്ടുണ്ട്, നിങ്ങൾ കടം മേടിക്കാൻ പറ്റും. അപ്പം ഞാൻ അവരോട് ചോദിക്കും, കടം എങ്ങനെ വന്നെന്ന് ചോദിക്കും. ഉടനെ ചോദിക്കും ഞാൻ. ഉടമ്പടി എടുത്തതിന് ശേഷം നിങ്ങൾ പറയും, എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഭാര്യ ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കണം വെച്ചാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണം. ഞാൻ പറഞ്ഞു, ആരാണ് ആദ്യം പിരിഞ്ഞതെന്ന് ചോദിക്കും. ദൈവം ചോദിക്കണം, ഞാൻ അങ്ങോട്ട് ചോദിക്കും, ആരാണ് ആദ്യം പിരിഞ്ഞതെന്ന് പറയും. 50% പെൺപിള്ളേരും കള്ളികളാണ്. അവർ പറയും അവരാണ് പിരിഞ്ഞതെന്ന് പറയും. ഞാൻ പറഞ്ഞാൽ നീയാണ് പിരിഞ്ഞതെന്ന് പറയും. തിരിച്ചു പറയാം അവളോട്, നീയാണ് പിരിഞ്ഞത്. അപ്പം നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ കൈ കുറ്റം ഉണ്ടാകാതിരിക്കാൻ. എങ്ങനെ കടം വന്നെന്ന് ചോദിക്കരുത്. എങ്ങനെ കടം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹന്ത കൊണ്ടുണ്ടായതാണ് കടം. ഇപ്പം തന്നെ നോക്കിക്കേ, ഞാനൊരു കാര്യം ആദ്യം പറഞ്ഞില്ലേ, അതായത് മഞ്ജു ഷാജിയുടെ വിഷയം എന്താണ്? അവർക്കൊരു ട്രക്ക് ഉണ്ടായിരുന്നതാണ്, ഒരു ട്രക്ക്. ആ ട്രക്ക് ഒരു വിധം ഓടാൻ തുടങ്ങിയപ്പോഴേ പിന്നെ എന്ത് പറ്റി? അവർ ഒരു ട്രക്ക് കൂടി മേടിച്ചു. അപ്പം അതിനും ഓടാൻ തുടങ്ങി. അതിനകത്ത് കുറച്ച് പൈസയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? ഇപ്പോഴേ നിങ്ങൾക്കറിയാവില്ല, ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ പ്രൈവറ്റ് ബസ്സൊക്കെ കാട്ടിക്കിടക്കണ കാണാം അല്ലേ? 18 വണ്ടിയാണ് ഒരു കമ്പനിയുടെ കാട്ടിക്കിടക്കണത്. അതിനകത്ത് തേക്ക് മാഞ്ചീവൊക്കെ വളർന്നു നിൽക്കണം ബസ്സിൻ്റെ അകത്ത് കൂടി. ഒരു കാലത്ത് ഈ റോഡ് മുഴുവൻ ഭരിച്ചിരുന്ന ആൾക്കാരാ. എന്താ ഇവർക്ക് പറ്റിയത്? ഇവർക്കൊരു 10 വണ്ടി ആകുമ്പോൾ മറ്റേ കമ്പനിക്കാരൻ പോയി 11ാമത്തെ വണ്ടി എടുക്കും. അതാണ് വിഷയം. ഇത് ആവശ്യം ഉണ്ടായിട്ടല്ലേ. മറ്റേ ഇവരുടെ വേറെ കോമ്പറ്റീഷൻ കമ്പനി ഉണ്ടല്ലോ, കോമ്പറ്റീഷൻ കമ്പനിക്കാരൻ പോയി 11ാമത്തെ വണ്ടി എടുക്കും. അപ്പോൾ ഇവൻ 12ാമത്തെ വണ്ടി എടുക്കും. അത് ഇവനുമായിട്ട് കോമ്പറ്റ് ചെയ്ത് റോഡിൽ സ്ഥലമില്ലെങ്കിലും വണ്ടിയുടെ എണ്ണം കൂടിക്കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഗവൺമെൻറ് അവസ്ഥയല്ലേ, ഗവൺമെൻറ് ടാക്സ് കിട്ടാൻ വേണ്ടി നിയമങ്ങൾ മാറ്റും. അപ്പോൾ സീറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ടാക്സ് പറയുമ്പോൾ നമ്മുടെ വണ്ടി ഓടിയാൽ ഒരിക്കലും ലാഭം കിട്ടത്തില്ല. എന്നാൽ അത് വിൽക്കാൻ ടാക്സ് RTO ഇപ്പോൾ തിരുത്താനൊക്കെ ഭയങ്കര പാടായിരിക്കും. സീറ്റ് പറിച്ചു കളഞ്ഞാലും അവിടെ രേഖയിൽ കിടക്കണത് ആ 12 സീറ്റ് 15 സീറ്റായിരിക്കും. ആ കാശ് കൊടുക്കണം. 43 സീറ്റാണെങ്കിൽ വേറെ വിഷയമാണ്. അപ്പോൾ സീറ്റ് പറിച്ചു കളഞ്ഞിട്ടും കാര്യമില്ല, രജിസ്റ്റേർഡ് ആയി കഴിയുകയാണ്. പക്ഷേ ഇനി എത്ര വണ്ടിയുടെ ടാക്സാണ് കൊടുക്കേണ്ടത്, അത്ര ഓടിക്കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ വികാരമണ്ഡലങ്ങളെ നമ്മൾ ഉടമ്പടി എടുത്താലും ദൈവത്തിന് അടിയറ വെക്കണം ഈ ബുദ്ധി. അല്ലാതെ മറ്റു മനുഷ്യരുടെ മുമ്പിൽ ആൾ കളിക്കാൻ വേണ്ടി നമ്മൾ അഹന്തയുടെ പുതിയ തീരുമാനം എടുക്കരുത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങളുടെ എപ്പോഴും സന്തോഷത്തിലിരിക്കണം, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യം കൃതജ്ഞത പ്രകാശിപ്പിക്കണം. അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ചിന്തകളെയും
ഹൃദയത്തെയും കർത്താവിൽ സൂക്ഷിച്ചുകൊള്ളും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പാടാം, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി. ഫിലിപ്പി 4:6-7 തിരുവചനങ്ങൾ. ഫിലിപ്പി 4:6-7 തിരുവചനങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പറഞ്ഞേ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഇതിന്റെ പ്രശ്നം ഈ രണ്ട് ഫാക്കൽറ്റികളും സംരക്ഷിക്കേണ്ടത് ദൈവമാണ്. എന്തൊക്കെയാണ്? ഒന്ന് ചിന്ത, രണ്ടാമത്തെ എന്താണ്? ഹൃദയം. ഈ കടങ്ങൾ വരണത് എന്തുകൊണ്ടാണ്? ചിന്തകളെയും ഹൃദയത്തെയും ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് കളയുന്നത് കൊണ്ടാണ് ഈ കടങ്ങൾ വരണത്. അതായത് ആവശ്യമില്ലാതെ എപ്പോഴും ആദ്യ പിടിച്ച് അയ്യോ അവന് 10 വണ്ടി, അവന് 4 വണ്ടി ഉണ്ടല്ലോ, നമുക്ക് 2 വണ്ടിയല്ലേ ഉള്ളൂ. ഈ ആദ്യം ഉണ്ടാകണത് എങ്ങനെയാണ്? കമ്പാരിഷൻ വരുമ്പോഴാണ് ആദ്യം ഉണ്ടാകണത്. ആദ്യം ഉണ്ടാകുക എങ്ങനെയാണ്? നിങ്ങൾ പരസ്പരം തുലനം ചെയ്തരുത്, തുലനം ചെയ്യുന്നവർ വിഡ്ഢികളാണ്. അതിന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ശ്രുതിക്കട്ടെ, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, ഹല്ലേലൂയ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. സ്വരത്തിലെ അരികിൽ വരണമേ, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. 2 കൊരിന്തോസ് 10:12. 2 കൊരിന്തോസ് 10:12. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. അപ്പോൾ പരസ്പരം അളക്കുകയും തുലനം ചെയ്യുന്ന ആൾക്കാർ വിഡ്ഢികളാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ വിഷയം വേണ്ടത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കെനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് അന്ധമായ ഇങ്ങനെ ആക്രാന്തം പിടിച്ചുള്ള മത്സരമായിട്ട് പോകരുത്. നിങ്ങളിപ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? നിങ്ങൾ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ കോമ്പറ്റീഷൻ, മറ്റുള്ളവർ ഇപ്പോൾ സയൻസിന് 48 മാർക്ക് കിട്ടിയെങ്കിൽ നമുക്ക് 47 കിട്ടിയുള്ളെങ്കിൽ ഈ 48 കാര്യമായിട്ട് നമ്മൾ മിണ്ടത്തില്ല, പിള്ളേർ മിണ്ടത്തില്ല. അമ്മയാണെങ്കിൽ നിങ്ങൾ മാർക്ക് ലിസ്റ്റ് നോക്കിച്ചും പറഞ്ഞു, എടാ ക്ലാസ്സിൽ ഒന്നാമനാരാണ്? ഒന്നാമൻ സജിയാണ്. ആ ശരി, അവന് എത്ര മാർക്കുണ്ട്? 48. പോത്തെന്നാണ് വിളിക്കണം. 47 മാർക്കുള്ളവന് അമ്മ വിളിക്കണ പോത്തൊന്നാണ്. ഇനി അമ്മയുടെ പോത്ത് വിളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവന് കിടന്ന് രാത്രിയും പകലും ചക്രശ്വാസം പറഞ്ഞാൽ അവന് ഡിപ്രഷനാകും. അവസാനം പഠിച്ച് തോറ്റ് കഴിയുമ്പോൾ ഡിപ്രഷൻ വരുമല്ലോ. പഠിച്ചിട്ടും മറ്റുള്ളവരുടെ ഒരു നിലവാരം അനുസരിച്ച് പോകാൻ പറ്റാത്തപ്പോൾ എന്നെ ഒന്നിനും കൊള്ളാത്ത ആളാണെന്ന് പറഞ്ഞാൽ അവർ ഡിപ്രസ്ഡാകും. പിള്ളേർ ഡിപ്രസ്ഡാകുന്നതിൻ്റെ കാരണം ഹെവി ആയിട്ടുള്ള ടാസ്ക് കൊടുക്കുന്നതുകൊണ്ടാണ്. അതിന് അമ്മമാരുടെ അസൂയയാണ് മെയിൻ കാരണങ്ങൾ. അമ്മമാരുടെ അസൂയ എന്ന് വെച്ചാൽ അമ്മമാർ മറ്റ് സ്ത്രീകളുമായിട്ട് ഇവർ കോമ്പറ്റ് ചെയ്യണം മക്കളെ വെച്ചുകൊണ്ടാണ്. അതാണ് വിഷയം. മക്കളെ വെച്ചുകൊണ്ട്, നിങ്ങളുടെ മക്കളെ വെച്ചുകൊണ്ട് മറ്റ് സ്ത്രീകളുടെ മക്കളെക്കാൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലബിലോ അല്ലെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ ഉള്ള അവരുടെ മക്കളെക്കാൾ നിങ്ങളുടെ മക്കൾ മുന്നത്തിലാണെന്ന് ആ സ്ത്രീയോട് നിങ്ങൾക്ക് അസൂയാവഹമായ കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ടാണ്.
ഉടമ്പടിയിൽ ഇതൊന്നും പറ്റത്തില്ല. അങ്ങനെ വല്ലവരുമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ ചില ഹസ്ബൻഡ് വൈഫും കൂടി സംസാരിക്കുമ്പോൾ ഹസ്ബൻഡ് പറയും, നിൻ്റെ ആങ്ങളെ ഞാൻ ഞൊട്ടിക്കുമെന്ന് പറയും. എന്താ കാര്യം എന്ന് അറിയാം? ഒരു കാറ് മേടിച്ചിട്ടാണ് അയാളെക്കാളും മെച്ചമായ കാറ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിച്ചുമാണ് പറയുന്നത് നിൻ്റെ ആങ്ങളെ ഞാൻ ഞൊട്ടിക്കുമെന്ന്. വല്ല കാര്യമുണ്ടോ ഈ പാഴ് വർത്തമാനത്തിന്? ഇയാളെന്താ പറയണത്? അപ്പോൾ വൈഫ് ചോദിക്കും, നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ ആങ്ങളുടെ മേക്കട്ട് കയറണാണ്, നിങ്ങൾ ആങ്ങളക്ക് വേണ്ടിയാണ് ജീവിക്കണത്, ഇവർ തമ്മിൽ അടിയാണ്. അദ്ദേഹത്തെ ആരുമായിട്ട് നമ്മൾ അതൊക്കെ പുള്ളിക്ക് കോമ്പറ്റീഷൻ വരാൻ പറഞ്ഞ ഭാര്യയുടെ ആങ്ങളെയായിട്ടാണ്. ഈ കിട്ടിയ കാലം പോലെ പുള്ളിയുടെ ശത്രുവാണ്. എന്താ ശത്രുവൊന്നുമില്ല, തമ്മിൽ സ്നേഹമൊക്കെയാണ്, പക്ഷേ ഉള്ളിൽ അസൂയുണ്ട്. ഇവൻ നമ്മളെക്കാൾ ഉയർന്ന് കയറിപ്പോകുന്നതെന്ന് അസൂയ ഉള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് നിങ്ങളൊരു ഇഡിയറ്റാണെന്ന് പറയും. എന്താ കാര്യം? പരസ്പരം തുല്യം ചെയ്യുന്നവർ വിഡ്ഢികളാണെന്ന് പറയുന്ന സംഭവം. വിഡ്ഢികളെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ലല്ലോ. അതാണ് വിഷയം. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾ എപ്പോഴും കർത്താവുമായിട്ട് സ്റ്റേ കണക്റ്റഡ് എന്ന് പറയും. നിങ്ങൾ സ്റ്റേ കണക്റ്റഡ് എന്നാണ് ഈശോ പറയണത്. എന്താണ്? എപ്പോഴും സന്തോഷിച്ചിരിക്കുക, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റേ കണക്റ്റഡ്. എപ്പോഴും കർത്താവുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കണം. നിങ്ങൾ സ്റ്റേ കണക്റ്റഡ് കർത്താവുമായിട്ടല്ല, നിങ്ങളുടെ പ്രതിയോഗിയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അവനെ എങ്ങനെ അടിച്ചു താഴ്ത്തിയാൽ പറ്റും, അവനേക്കാൾ എങ്ങനെ. അത് മനുഷ്യന്മാരുടെ ഈ മാംസത്തിലുള്ള ഒരു സംഭവമാണ്. മാംസത്തിനുള്ളൊരു കുഴപ്പം, അതിന് ദുരാശ ഉണ്ടാകും. മാംസത്തിൽ നിന്നുള്ളൊരു കുഴപ്പം ദുരാശയാണ്. ഈ ദുരാശയാണ് നമ്മൾ പലപ്പോഴും പരസ്നേഹ പ്രവർത്തനങ്ങളും പരിത്യാഗ പ്രവർത്തനങ്ങളും കൊണ്ടാണ് ദുരാശയെ നമ്മൾ അമർത്തി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഒന്ന് സ്തുതിച്ച മക്കളെ. യേശു ടോണിയ എന്ന് പറഞ്ഞൊരു മോളുടെ സാക്ഷിയാണ്. ടോണിയയുടെ മോളുടെ വിഷയം, ടോണിയ ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ്. അപ്പോൾ അവൾ ന്യൂസിലൻഡിൽ പോയിട്ട് ഒരു പാത്വേ ആസ്ട്രേലിയയിലേക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് ന്യൂസിലൻഡിൽ നിന്നുകൊണ്ട് ആസ്ട്രേലിയക്ക് ജോലി ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ന്യൂസിലൻഡിൽ അവിടെയാണ് ഒരു ആൻറ്റിയുടെ കൂടെ ജീവിക്കണത്. അപ്പോൾ അവിടെ ജീവിക്കുന്ന സമയത്ത് നല്ല ശരിക്കും തണുക്കുന്നുണ്ട്, അതായത് മൈനസിലേക്കൊക്കെ വരാൻ പോകുന്ന തണുപ്പ്. പക്ഷേ എന്നിട്ട് ഇവൾ പറയണത്, ഞാൻ ഇംഗ്ലീഷ് പത്രം കൊണ്ട് ഇറങ്ങും. ഞാൻ ന്യൂസിലൻഡ് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ 150 പത്രങ്ങൾ കൊടുത്തു. അപ്പം നിങ്ങൾ ഓർക്കും, 150 പത്രം കൊടുക്കണേ, എന്നാ നിസ്സാര കാര്യമല്ലേ? നിസ്സാര കാര്യമല്ല. ന്യൂസിലൻഡിൽ ഒരാളെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പാടാം. ഒന്നാമത് റോഡിലൊന്നും ആളില്ല. യൂറോപ്യൻ സ്റ്റൈലെന്ന് വെച്ചാൽ ഇപ്പോൾ അഭയാർത്ഥികളൊക്കെ വന്നപ്പോൾ യൂറോപ്പിൽ നിറച്ച ആളായി. എന്നാലും സായിപ്പന്മാരെ കാണത്തില്ല നമ്മൾ, അവർ വീടിൻ്റെ പുറകിലേ ഇരിക്കത്തുള്ളൂ, അവർ പുറത്തങ്ങനെ ഇറങ്ങത്തില്ല ആവശ്യമില്ലാതെ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരില്ലാത്ത കാരണം ഒരാളെ കണ്ടുപിടിക്കാൻ ഞാൻ ഈ തണുപ്പത്ത് ഒരു ഇംഗ്ലീഷ് പത്രം കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ തണുപ്പത്ത് ഒരു 5 കിലോമീറ്ററൊക്കെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ വേറെ ആളെ പോവും, തിരക്കി കൊടുക്കും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവർ നമ്മൾ ഈ ജോലി കഷ്ടപ്പെട്ട് കർത്താവിന് വേണ്ടി ജോലി ചെയ്യുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ആണ് ഈ ദുരാശകൾ സബ്സൈഡായി വരണത്. ദുരാശ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മാംസത്തിൻ്റെ ദുരാശ എന്ന് പറയും. മാംസദുരാശ. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. 1 യോഹന്നാൻ 2:16-17 തിരുവചനങ്ങൾ. 1 യോഹന്നാൻ 2:16-17 തിരുവചനങ്ങൾ. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ശാശ്വതമല്ലെന്നാണ് എൻ്റെ വിഷയം. ഇപ്പം ഇയാൾ തന്നെ 4 ട്രക്ക് എടുത്ത് കഴിയുമ്പോൾ പിന്നെ ഉടനെ വരണത് എന്താണ്? കോവിഡ് ആവുന്നത്. 2 കൊല്ലത്തെ കോവിഡ് തീർന്നില്ലേ? ഇതാ വിഷയം. നമ്മൾ അന്ധവേഗത്തിൽ കോമ്പറ്റീഷനായിട്ട് പോവുകയാണ്. മറ്റുള്ളവരെ ജയിക്കാൻ വേണ്ടി നമ്മളും അവർക്ക് 5 ട്രക്ക് ഉണ്ടെങ്കിൽ നമ്മൾക്ക് 5 ആക്കി എടുക്കണം പറഞ്ഞപ്പോൾ ടാർജറ്റ് വെച്ച് ചെയ്യുകയാണ്. ടാർജറ്റ് വെച്ച് ചെയ്യുമ്പോൾ ഇത് നമുക്ക് പറ്റുമോ,
ഇത് നമുക്ക് പറ്റുമോ? നമ്മളും ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മളിത് ആഗ്രഹിക്കുന്നുണ്ടോ? കോമ്പറ്റീഷൻ ജയിച്ച് നമുക്കുണ്ടാകുന്ന ഒരു ആത്മാഭിമാനത്തെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ കൂടെ ജീവിച്ച്, നമുക്ക് അല്പം സമ്പത്ത് കുറവാണെങ്കിലും ദൈവത്തിൻ്റെ കൂടെ സമാധാനം ജീവിച്ച് പോകുന്നത്. അപ്പോൾ ദൈവത്തിനെ കൂടെ നിർത്താൻ ഉടമ്പടിക്കാർ പഴയ ലോകം അവസാനിപ്പിക്കണം. പഴയ ലോകം ഇപ്പം നിങ്ങളെന്താ സമയം ഉടമ്പടി എടുക്കുകയും ചെയ്യും, പഴയ ട്രാക്കിൽ കൂടിയാണ് വണ്ടി പോണത്. ഉടമ്പടി എടുക്കും, അത് പ്രാർത്ഥനയായിട്ടാണ് കരുതണത്. ഉടമ്പടി നിങ്ങളെടുക്കും, അത് പ്രാർത്ഥനയായിട്ട് ചെയ്യണം. നിങ്ങളതുകൊണ്ട് മാറുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് വിഷയം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ദിവസങ്ങളിൽ 10 ദിവസത്തേക്ക് നിങ്ങൾക്കൊരു ഈ എക്സസൈസ് തരുന്നുണ്ട്. 10 ദിവസത്തേക്ക് എല്ലാ ദിവസവും, അതായത് വാഗ്ദാന പേടകത്തെ സമീപിക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യ സമയത്ത് നിങ്ങൾക്ക് വാഗ്ദാന പേടകത്തെ സമീപിക്കാം, കൃപയുടെ സിംഹാസനം സമീപിക്കാം. അത് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്ന ഒരു വാക്കാണ്, വാഗ്ദാനമാണ്. എന്താണ്? ഹെബ്രായർ 4:16 നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സംഘർഷ സമയത്ത് നിങ്ങൾക്ക് കൃപയുടെ സിംഹാസനമായ വാഗ്ദാന പേടകത്തെ സമീപിക്കാം. അപ്പം സമീപിക്കാവുന്ന മാത്രമേ അത് പറയുന്നുള്ളൂ. അത് വായിച്ചപ്പോൾ പരിശുദ്ധാത്മാ പറഞ്ഞു അങ്ങനെ കയറി കണ്ട സമീപിക്കാൻ പറ്റത്തില്ല, അതിന് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറയും. എന്താ സംഭവം? അതിന് 10 കാര്യങ്ങൾ വേണമെന്ന് പറയും. ആ 10 കാര്യങ്ങൾ ഞാൻ ബൈബിളിൽ നിന്ന് കണ്ടുപിടിച്ച് നിങ്ങളോട് ഓരോ ദിവസവും ഓരോ കാര്യം പറയുന്നുണ്ട്. ചിലരുടെ കംപ്ലയിൻ്റ് അച്ഛൻ്റെ പ്രസംഗം രാവിലെ കൂടിപ്പോകണമെന്നാണ്, 18 മിനിറ്റ് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഈ പ്രാവശ്യം എല്ലാം 5 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പേരിൽ നിങ്ങൾ രാവിലെ ഉള്ളത് സ്കിപ്പ് ചെയ്യരുത്. വളരെ 5 മിനിറ്റേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ മുതലുള്ള ഡെയിലി ബ്രെഡെല്ലാം 5 മിനിറ്റേ ഉള്ളൂ, പ്രസംഗം 5 മിനിറ്റേ ഉള്ളൂ. പ്രാർത്ഥന ഉണ്ടാകും, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ആൾക്കാർ അത് കൂടണത്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞത് മാനസാന്തരമാണ്. വാഗ്ദാന പേടകത്തെ സമീപിക്കുന്ന വ്യക്തിക്ക് ഒരു മാനസാന്തരം ഉണ്ടാകണം. ഈ മാനസാന്തരത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താ കാര്യം? ഇപ്പം മാനസാന്തരം എന്ന് പറയണത് നമ്മളിൽ ലോകത്തിൻ്റെ ഇപ്പോൾ കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതൊന്നും പിതാവിൻ്റെതല്ല, ലോകത്തിൻ്റെതാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ലോകത്തിൻ്റെ ഒരു സാധനവും നമ്മൾ അനുവർത്തിക്കുന്നില്ല എന്ന് ഉടമ്പടിക്കാർ ഉറപ്പ് വരുത്തണം. പീഡിയ അല്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 4 ട്രക്ക് എടുത്ത് പിന്നെ എന്താ പറ്റുന്നത്? 4ാമത്തെ ട്രക്ക് എടുത്തപ്പോൾ എന്ത് സംഭവിക്കണമെന്നറിയാമോ? കോവിഡിന് മുമ്പ് 4ാമത്തെ ട്രക്ക് 2018 എടുത്ത് 4ാമത്തെ ട്രക്ക് എടുത്തപ്പോൾ 5 പ്രാവശ്യം ആ ട്രക്ക് ഇടിച്ച് 5 ഡ്രൈവർമാരെ മാറി കയറ്റിയാലും ശരി ട്രക്ക് ഇടിക്കും. ട്രക്ക് ഇടിക്കുമ്പോഴൊക്കെ 1 ലക്ഷം 1.5 ലക്ഷം പെനാൽറ്റി പോകുന്നുണ്ട്. നമ്മുടെ വണ്ടി പോയി ഇടിക്കുന്നതാണേ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1 ലക്ഷം കയ്യിൽ നിന്ന് പോകും. അപ്പോൾ 4ാമത്തെ വണ്ടി 4 പ്രാവശ്യം ഇടിക്കുകയാണ്. 4 പ്രാവശ്യം ഇടിച്ച് 4-5 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ വണ്ടി ഒരു പരുവമായി. പിന്നെ എന്ത് ചെയ്ത്? ഉടനെ കോവിഡും വന്നു. പിന്നെ വണ്ടി ഷെഡിൽ കയറ്റി 2 കൊല്ലം വെറുതെ കിടന്ന്. അപ്പോഴെന്ത് ചെയ്യും? ഈ 4 ട്രക്കിൻ്റെയും പലിശ ബാങ്കിൽ കയറുകയാണ്. അങ്ങനെ 60 ലക്ഷം രൂപ കടമായി. ബാങ്ക് ഈ കോവിഡ് കാലത്ത് വണ്ടി ഓടാതെ കിടന്ന് ബാങ്കിൽ പലിശ കയറി ഉണ്ടായ കടവാണ്. അവർക്കത് വിൽക്കാനും പറ്റത്തില്ല, ഇനി കട ഓടി തീർക്കാനും പറ്റത്തില്ല. എല്ലാം കൊണ്ടൊരു പെട്ടപ്പോൾ എന്ത് ചെയ്യും? അവസാനം ആരോ വന്ന് വെച്ചും കൃപാസനത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു. അപ്പോൾ അവരുടെ അമ്മയടുത്ത് വന്ന് ഉടമ്പടി ചെയ്ത് ഭാര്യയും ഭർത്താവും കൂടി അമ്മ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ തോറ്റു, ഞങ്ങൾ തീരുകയാണ്, ഞങ്ങൾ തീർന്നു പോണോ വേണ്ടതെന്ന് അമ്മ തീരുമാനിച്ചാൽ മതിയെന്ന് പറഞ്ഞു. തീർന്നു പോണോ വേണ്ടതെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞ് നിങ്ങൾ നിൽക്കെന്ന് പറഞ്ഞു. അതാണ് വിഷയം. അമ്മ ഈ കൈയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങൾ നിൽക്കുക എന്നാണ്. അതാണ് അർത്ഥം. കൃപാസന മാതാവിൻ്റെ കൈവെപ്പ് കണ്ടല്ലേ, എന്ത് രസം കാണാൻ. നിങ്ങൾ നിൽക്കുക എന്നതിൻ്റെ അർത്ഥമാവും. അപ്പോൾ ആ ഒരു ദർശനം കിട്ടുമ്പോൾ നമുക്കറിയാം നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ വെറുതെ നിൽക്കത്തില്ല, ഉടമ്പടി ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിൽക്കും. നമ്മൾ ദൈവത്തിൻ്റെ ചൈതന്യം നിന്ന് കഴിയുമ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ കയ്യിൽ 100,000 കാര്യങ്ങളാണ്. അമ്മ ഉടനെ ഒരു 17 ലക്ഷത്തിൻ്റെ വർക്ക് കൊടുത്ത് ആദ്യം അതൊരു സിവിൽ വർക്ക് കൊടുത്ത്, നീ വണ്ടിപ്പണി നിർത്ത്, ഈ പണിക്ക് പോകാൻ പറഞ്ഞു. ആ വർക്ക് വിജയിച്ച്. അപ്പോൾ ഒരു 50 ലക്ഷത്തിൻ്റെ വർക്ക് കൊടുത്ത്, ആ വർക്കും വിജയിച്ച്. അപ്പോൾ 1 കോടിയുടെ വർക്ക് കൊടുത്ത്, ആ വർക്കും വിജയിച്ച്. അപ്പോൾ 2 കോടിയുടെ വർക്ക് കൊടുത്ത്, ആ വർക്കും വിജയിച്ച്. കടകളെല്ലാം മാറി. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ.
അവരാരാണെന്ന് വിചാരിക്കണം. അവരൊരിക്കലും അമ്മയെക്കുറിച്ച് ഒരു ക്രിസ്ത്യൻ പ്രെയറോ ഒന്നും കൂടാത്ത ആൾക്കാരാണ്. നോൺ ക്രിസ്ത്യൻസാണ്, ഒരു ക്രിസ്ത്യൻ പറയുന്നത് കൂടാത്ത ആൾക്കാരാണ്. പക്ഷെ അവർ വിശ്വസിച്ച് അതിലങ്ങ് ജീവിക്കുകയാണ്. ജീവിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? ദൈവം പുതിയ പുതിയ വഴികൾ കൊടുത്ത് ആ വണ്ടിപ്പണിയൊക്കെ അവസാനിപ്പിച്ചു. പിന്നെ എന്ത് ചെയ്ത്? അവർക്ക് പുതിയ മാർഗം കാണിച്ചു കൊടുത്ത് അവരതിലൂടെ നയിച്ചു. മക്കളെ, നമുക്ക് മാർഗം കാണിച്ചു തരണമല്ല പ്രശ്നം, മാർഗം വിജയിപ്പിക്കണം. അതാണ് ദൈവത്തിൻ്റെ റോളെന്ന് എനിക്ക് മനസ്സിലായിരിക്കണത്. നമുക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്യണ കാര്യം വേറെ ആൾക്കാർ ചെയ്താൽ ചിലപ്പോൾ വിജയിക്കത്തില്ലെന്ന് വരും. നമ്മൾ വിജയിക്കാൻ ദൈവം ഇടയാക്കണതാണ്. എന്താ കാര്യം? വിജയമെന്ന് പറഞ്ഞാൽ എന്താണ്? വിജയം നൽകണത് കർത്താവാണെന്ന് പറയും. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, പിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം.
ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഉച്ചത്തിൽ ചേർന്ന് പാടാം. ഇന്നതല്ല ദൈവം നമ്മെ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി. കൈകൾ ഉയർത്തി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൃപാസനത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, ആത്മീയ കാഴ്ചകളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുവാനുള്ള വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യ, ജീവിത പ്രശ്ന ദുരിത നിവാരണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കർത്താവിൻ്റെ തിരുസന്നിധിയിലെ ഈ കണ്ണീരിൻ്റെ കാലത്ത് എത്താൻ കഴിഞ്ഞത് വലിയൊരു ആശ്വാസമായിട്ട് കരുതണം. പതിനായിരങ്ങൾ ദൈവത്തെ നേരിട്ട് കണ്ട് മാതാവിൻ്റെ കരസ്പർശം അനുഭവിച്ച് ജീവിത ഭാരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ദൈവം കൽപ്പിച്ചു നൽകിയ സ്വർഗത്തിൻ്റെ അവകാശമായ പുണ്യഭൂമിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇതൊരു ജീവിത വിളിയായിട്ട് കാണണം. കർത്താവ് നിന്നെ ഇത്രയും സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. പതിനായിരങ്ങൾ പ്രയാസപ്പെടുമ്പോഴും നിന്നെ മാത്രം എന്തുകൊണ്ട് കർത്താവ് തൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്ന് നിനക്കിനി ചിന്തിക്കേണ്ടി വരും. ദൈവവേദലെ, ദൈവം നിന്നെ ഒരിക്കലും കൈവിട്ടിട്ടില്ല എന്നതിൻ്റെ സൂചന കൂടിയാണ്
നിന്റെ കൃപാസനത്തിലേക്കുള്ള ദൈവവിളി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ, നന്ദി. ദൈവപിതാവേ, മഹത്വം. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ. യേശുവേ, ആരാധന. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. മാത്രം മതി. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിൻ്റെ വലതുകരം നിന്റെ അവകാശവും ഓഹരിയുമായ നിന്റെ ജനത്തിൻ്റെ മേലെ ഈ പ്രഭാതത്തിൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മറ്റു ഒരുവനിലും രക്ഷയില്ല എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു സത്യമുണ്ട്: മറ്റാരിലും സഹായമില്ല. കർത്താവേ, മറ്റാരിലും സഹായമില്ല എന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിന്നിലാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നിന്നിലാണ് ഞങ്ങളുടെ സഹായം. ഞങ്ങൾ ഒരേ മനസ്സോടെ നിന്നെ ആരാധിക്കുന്നു, ഒരേ മനസ്സോടെ നിന്നെ സന്തോഷിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. നീ മാത്രം മതി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നീ മാത്രം മതി, ഹല്ലേലൂയ. നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. കർത്താവേ, ഈ പ്രഭാതം ഞങ്ങൾക്ക് ഓഹരിയായി നൽകിയതിന് നിന്നെ ആരാധിക്കുന്ന നിന്റെ സന്നിധാനത്തിൽ സന്തോഷിക്കാൻ, നിന്റെ സവിധത്തിൽ ഞങ്ങളുടെ ഭാരങ്ങളും രോഗങ്ങളും ഏറ്റ് ഇറക്കി വെക്കുവാൻ നീ തന്ന പ്രഭാതത്തിന് നന്ദി പറയുന്നു. കർത്താവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ പോലും മനസ്സില്ലാത്തവരുണ്ട് ഇവിടെ. സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയാത്തവരുണ്ട് ഇവിടെ. അവിടെ സങ്കടങ്ങളെ ആധിക്യം കൊണ്ട് കർത്താവെ എന്ന് വിളിച്ചാൽ പകുതി പോലും വെച്ച് മുറിഞ്ഞു പോകുന്നവരുണ്ട്. കർത്താവെ, അവരെല്ലാം നിൻ്റെ തിരുമറുവാർന്ന വലതുകരത്താൽ, അനുഗ്രഹത്തിൻ്റെ ആണിപ്പഴുതാർന്ന വലതുകരത്താൽ അവരെ ഈ നിമിഷം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ഭാരങ്ങൾ, വലിയ ക്ലേശങ്ങൾ, വലിയ രോഗങ്ങൾ, വലിയ ഭീക്ഷണമായിട്ടുള്ള സാഹചര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ നിൻ്റെ മനസ്സിന് ദൈവപേദനെ ഇപ്പോൾ മാറിപ്പോകുന്നതിന് ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. കർത്താവേ, അനേകം മക്കള് നിന്ദിതര് സ്വന്തം മക്കളുടെ മുമ്പിൽ അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ നിസ്സഹായരായി സാധിക്കാതെ നിന്ദിരായി നിൽക്കുന്ന മാതാപിതാക്കന്മാരെ കണ്ണീരോടെ അങ്ങയുടെ തിരുസേനയെ സമർപ്പിക്കാൻ. കർത്താവെ, മാതാപിതാക്കന്മാർ മക്കൾ നൽകിയത് നീയാണെങ്കിൽ നീ തന്നെയാണ് അവരുടെ മാതാപിതാക്കന്മാരെന്ന് മനസ്സിലായിക്കൊണ്ട് കർത്താവെ, മക്കളെ ഓർത്ത് പ്രയാസപ്പെടുകയും മക്കൾക്ക് വേണ്ട വിധം ജീവിതം ക്രമീകരിക്കാൻ സാധിക്കുന്നില്ലെന്ന് ഓർത്തുകൊണ്ട് നിസ്സഹായതയും നിന്ദനവും അനുഭവിക്കുന്ന മാതാപിതാക്കന്മാർ കർത്താവിൻ്റെ ശക്തി പ്രകടിക്കട്ടെ, കർത്താവിൻ്റെ ശക്തി പ്രചരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി. ഹല്ലേലൂയ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. കർത്താവേ, സാമ്പത്തിക ബാധ്യതകളുള്ളവര്, ലിഫ്റ്റ് നടപടിയെ നേരിടുന്നവര്, സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമല്ലോ, തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാപാരങ്ങൾ, ചെറിയ വ്യാപാരങ്ങൾ അതുകൊണ്ട് ഉപജീവനം നടത്തുന്നവരെ,
തങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നല്ലോ എന്നോർത്ത് വേദനിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണത്തിൽ കടന്നു ചെന്നുകൊണ്ട് ആ കുടുംബത്തിൻ്റെ അപമാനകരമായ ഭാരത്തിൽ നിന്ന് ആ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം തന്നെ അവരെ സംരക്ഷിക്കുന്ന അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവപൈതലെ നിന്നെ അലട്ടുന്ന എല്ലാ ഭൗതിക വിഷയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. കർത്താവ് ഇപ്പോഴും ജോലിയില്ലാതെ അലയുന്നവരെ, കർത്താവ് വിദേശ രാജ്യങ്ങളിലായാലും ഇപ്പോഴും വിസ എക്സ്പയർ ആകാൻ പോകുന്ന അവർക്ക് ജോലിക്കായില്ല, അതിൻ്റെ പേര് പുതിയ വിസ പുതുക്കാൻ പറ്റണില്ല, അവരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുക്കാത്തവരുണ്ട്, ഉടമ്പടി എടുത്തവരുണ്ട്, അങ്ങിൽ മാത്രം ആശ്രയിക്കുന്നവരുണ്ട്. അവരെല്ലാം ഇപ്പോൾ അങ്ങ് സന്ധിക്കുന്ന കർത്താവെ, അമ്മേ, പരിശുദ്ധമ്മേ, അവരെല്ലാം ഞാനിപ്പോൾ ആൾത്താരിൽ ഓർക്കുകയാണ്. ഈ ആരാധന കൂടുന്ന നിമിഷങ്ങളിൽ, ഈ നിമിഷങ്ങൾ തന്നെ അവരെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ കയറുകളും പൊട്ടിപ്പോകുന്നതിനും അവർ ജീവിതത്തിലെ കർത്താവെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി അവരലട്ടുന്ന എല്ലാ ജോലി സംബന്ധമായ തടസ്സങ്ങൾ, സാമ്പത്തികമായ തടസ്സങ്ങൾ, പരീക്ഷ സംബന്ധമായ തടസ്സങ്ങൾ, ഇൻ്റർവ്യൂ സംബന്ധമായ തടസ്സങ്ങൾ, അതുണ്ടാകുന്ന എല്ലാ വീഴ്ചകളും പരാജയങ്ങളും യേശു ക്രിസ്തു നാമത്തിൽ നിന്റെ കഴിവിനേക്കാൾ ദൈവത്തിൻ്റെ കൃപയാൽ നീ ദൈവത്തെ നേടാൻ കഴിയട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവേ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, ചില ശരീരത്തിലൊരു കുരു വരുന്നത് പോലും കർത്താവേ എന്താദ്യോടെയാണ് അങ്ങയുടെ മക്കളെ അനുഭവിക്കണത്. അവർക്ക് ജോലി ചെയ്യാൻ പറ്റണില്ല, ജോലിക്ക് പോകാൻ പറ്റണില്ല, അവർക്ക് ഉറങ്ങാൻ പറ്റണില്ല, വേദന കൊണ്ട് അവർ പുളയുന്നു, അവരുടെ കാര്യങ്ങളും നടക്കുന്നില്ല. അതുകൊണ്ട് കുടുംബത്തിനൊരു ബാധ്യതയായി മാറുന്നു, അവർ മാനസികമായി ഭാരപ്പെടുന്നു. എൻ്റെ ദൈവമേ, ഒരു ചെറിയ വേദന കൊണ്ട് 1000 വേദന കൂടെ വരികയാണ് കർത്താവേ. അതെല്ലാം അതിനെല്ലാം കർത്താവ് അതിജീവിക്കാനുള്ള കൃപ, അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ സൗഖ്യങ്ങൾ അവർക്ക് അവകാശമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. മക്കളില്ലാത്തവർ സ്വന്തം പ്രാർത്ഥിക്കുന്നു, വിവാഹം ഒത്തുവരാത്ത സ്വന്തം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികൾ, ക്യാൻസർ രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ബ്രസ്റ്റിലെ മുഴകൾ, ശരീരത്തിലെ സിസ്റ്റുകൾ, ആന്തരിക അവയവങ്ങളുടെ നീർക്കെട്ടലുകൾ, വാതരോഗങ്ങൾ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവെ, ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന ഓരോ രോഗങ്ങൾ കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്പെടുത്താവുന്ന അത്ഭുതകരം നിങ്ങളുടെ ശിരസിൽ വെക്കപ്പെടുകയും യേശുക്രിസ്തു നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ സകല വിശുദ്ധന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് മാരക രോഗങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. സമാപന ആശീർവാദം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങ്
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള